പ്രിയപ്പെട്ടവരെ, ഇന്ന ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് യുക്തിവാദിയുടെ ചോദ്യങ്ങളെ പറ്റിയാണ്. യുക്തിവാദി സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളും അവരെന്തുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവരുടെ അറിവുകൾ പറയുമ്പോൾ അവർ ചോദിക്കുന്ന വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതിലെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കണ്ടെത്തും. പക്ഷേ സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത് പോലെ വലിച്ചു നീട്ടില്ല, അതുപോലെ തന്നെ എക്സാമ്പിളിൽ കൂടെ കൊണ്ടുപോയില്ല. വളരെ ചെറിയ രീതിയിലാണ് അതിനൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം നമ്മളുടെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ മുമ്പും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മൾ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ റെഫർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളപ്പോൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. യുക്തിവാദിയുടെ ആദ്യത്തെ ഒരു ചോദ്യമാണ്, ദൈവം ഉള്ളതിന് എന്താണ് തെളിവ്? തെളിവില്ലാത്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് യുക്തിവാദി പറയുന്നത്. അന്തരീക്ഷത്തിലെ ഒരു ശക്തിയെ, ഇപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഡിങ്കൻ. നമ്മൾ കഥാ പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഡിങ്കനെ അവർ ദൈവമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഡിങ്കനാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നതെന്ന് ഞങ്ങൾ അന്ധമായി മനസ്സിൽ വിശ്വസിക്കുന്നു. ഡിങ്കന് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ വിശ്വാസം തമ്മിലൊരു വ്യത്യാസവുമില്ല. കാരണം നിങ്ങളൊന്നും തെളിവില്ലാത്ത കാര്യത്തെ പറ്റിയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് അവർ പറയാറ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാണ്, ഒരു വിശ്വാസിയുടെ ഉത്തരം ഇതാണ്. ദൈവം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു ശക്തി, ദൈവം എന്നുള്ള പേര് തന്നെ, ആ പേരിൽ തന്നെ എല്ലാമുണ്ട്. ആ പേരിൽ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ദൈവം എന്ന് ഒരു കാര്യത്തെ നമ്മൾ വിളിക്കണമെങ്കിൽ അത് എല്ലാവരെയും സൃഷ്ടിച്ച ഒരു കാര്യമായിരിക്കും, എല്ലാത്തിനും കാരണമായിട്ടുള്ളൊരു കാരണമായിരിക്കും, ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇന്ന എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചതും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉളവായതും അതിൽ നിന്നാണെങ്കിൽ അത് എല്ലാം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാത്തിനേക്കാളും ഉപരി മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ജ്ഞാനമുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ദൈവം എന്നുള്ളൊരു കാര്യം. അപ്പോൾ മൂന്നാമത് നമ്മൾ പറയാവുന്ന ഒരു കാര്യം, അതൊരിക്കലും ഒരു സൃഷ്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ തക്ക രീതിയിലുള്ള ഒരു കാര്യമായിരിക്കില്ല. കാരണം നമ്മൾ എന്തൊക്കെ സൃഷ്ടിക്കുന്നത്, ആ സൃഷ്ടിക്ക് ഒരിക്കലും അതിൻ്റെ സൃഷ്ടാവിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു ദൈവത്തെ പരിപൂർണമായിട്ട് യഥാർത്ഥമായിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള പരിമിതികളുണ്ട് ഓരോ സൃഷ്ടിക്കും. അപ്പോൾ അത് വളരെ വ്യക്തമാണ് അതിൽ തന്നെ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പലരും പറയുന്നൊരു കാര്യം ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു സമുദ്രത്തിൽ കിടക്കുമ്പോൾ സമുദ്രത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ സമുദ്രത്തെ കാണിച്ചു തരാനായിട്ട് ഒരാൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ സമുദ്രത്തെ സമുദ്രമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ സമുദ്രത്തിൽ നിന്നും മുകളിലോട്ട് ഉയർന്ന്, അല്ലെങ്കിൽ ഒരു ഏരിയൽ വ്യൂവിൽ നിന്ന് നോക്കിയാൽ മാത്രമാണ് ഇത് സമുദ്രമാണെന്നും ആ സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും സമുദ്രത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ജലജീവിക്ക്, അല്ലെങ്കിൽ സമുദ്രത്തിൽ കിടക്കുന്ന ഒരു ജീവിക്ക് ഒരിക്കലും ആ സമുദ്രത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം പോലെ തന്നെയാണിതും. അപ്പോൾ ദൈവം എന്നുള്ള ആ ഒരു ശക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതൊരിക്കലും മനുഷ്യബുദ്ധിയുടെ പരിമിതികളിൽ നിൽക്കുന്നതല്ല. എന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ പല ഗുണങ്ങളും അതിൻ്റെ തെളിവുകളും പല നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല രീതിയിലും. പക്ഷെ പരിപൂർണമായിട്ട് നമുക്കതിനെ ഹോളായിട്ടൊരു ദൈവത്തെ മുന്നിൽ കൊണ്ടുവന്ന്, സൃഷ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരാണ്, അല്ലേ? നമ്മുടെ ശരീരത്തിലെ
അല്ലെങ്കിൽ തലയിലുള്ള ഒരു പേനിന്, ആ ഒരു ജീവിക്ക് നമ്മുടെ ശരീരത്തെ പരിപൂർണമായിട്ട് കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതിന് തലയിൽ കൂടെ എഴഞ്ഞു നടക്കുമ്പോൾ തലയാണ് അതിൻ്റെ ലോകം. അതിനോട് ഒരിക്കലും അതിൻ്റെ കോൺഷ്യസ്നെസ്സിൽ പോലും വന്നിട്ടുണ്ടാവില്ല ഇതൊരു ജീവിയാണെന്ന്, അല്ലെങ്കിൽ ഇതൊരു സംഭവമാണെന്നൊന്നും അതിന് മനസ്സിലാവില്ല. അപ്പോൾ അതിനേക്കാളും വളരെ ചെറിയൊരു സംഭവമായിട്ടുള്ള മനുഷ്യനൊരിക്കലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ആൻസർ എന്ന് പറയുന്നത്. മനുഷ്യന് പരിമിതികളുണ്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിൽക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മനുഷ്യന് മുന്നിൽ അത് വെളിവാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് ക്രമമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ പ്രകൃതി തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, ഒരു കാര്യവും തന്നെ ഉണ്ടാകുന്നില്ല. അതിൻ്റെ പിറകിലൊരു ജ്ഞാനമുണ്ട്, ഒരു അറിവുണ്ട്. ആ അറിവിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നതും. അല്ലെങ്കിൽ അതിനൊരു ക്രമമുണ്ട്, അതിനൊരു നിയമമുണ്ട്, അതിനൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വളരെയധികം കോംപ്ലക്സ് ആണ് അതിന് സൗകുമാര്യമുണ്ട് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, സ്നേഹം, കരുണ, മോറൽസ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവം, ഇതിനൊരു ക്രിയേറ്റർ ഉണ്ട് എന്ന് നമുക്ക് വളരെയധികം ബോധ്യപ്പെടും. പല കാര്യങ്ങളും നമ്മളുടെ തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് ബോധ്യപ്പെടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ, മനുഷ്യൻ്റെ ഗതികേട് എന്നുള്ള ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനഹങ്കരിക്കുന്നു എന്നുള്ളൊരു വീഡിയോയിലും നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ദൈവമുണ്ടെന്ന് ജനറലായിട്ട് വിശ്വസിക്കാനുള്ള തെളിവുകളാണ് ഇതൊക്കെ, അല്ലേ? രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ദൈവത്തെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മതഗ്രന്ഥത്തിലും അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മളൊന്നും കൂടി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ ക്രിസ്തു ദൈവമായിട്ട് മനുഷ്യൻ്റെ മുന്നിലേക്ക് വരാനായിട്ടാണ് മനുഷ്യ അവതാരം സ്വീകരിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വന്നത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് ഒരു ദൈവത്തിന് ഒരിക്കലും ദൈവവുമായിട്ട് മനുഷ്യൻ്റെ മുന്നിലോട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട്. അതാണ് നമ്മുടെ ക്രൈസ്തവ ബൈബിളിൽ ആദ്യം മുതലേ തന്നെ, പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ കാണുന്നത്. ദൈവത്തെ ആർക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പലർക്കും ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷനാവുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ പോലും ദൈവത്തെ കാണാനായിട്ട് ആരെക്കൊണ്ടും പറ്റുന്നില്ല. അപ്പോൾ അത് വളരെയധികം തെളിവാണ്. കാരണം അവിടെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്നൊരു വ്യക്തി പ്രത്യക്ഷനാകുന്നു, കൈകളും ശരീരവുമുള്ള, അല്ലെങ്കിൽ ഒരു വസ്ത്രമണിഞ്ഞ ഒരു വ്യക്തി അവിടെ പ്രത്യക്ഷനാകുന്നു, എന്നിട്ട് ഞാനാണ് ദൈവം, ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ വിശ്വസിക്കാം. അത് ആ മതഗ്രന്ഥം പറയുന്നത് ദൈവമല്ല. കാരണം ഒരിക്കലും ഒരു ദൈവത്തിന് സൃഷ്ടിയുടെ മുന്നിൽ പരിപൂർണമായിട്ട് തൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ വെളിവാക്കി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനർത്ഥം അത് മനുഷ്യനുണ്ടാക്കിയ പല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവനയിൽ വന്ന കഥകളാണ് എന്നുള്ളതൊക്കെ അനുമാനിക്കാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങളത് മറ്റു പല ഗ്രന്ഥങ്ങളിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യൻ ഉണ്ടാക്കിയ കാര്യമാവാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവനയിൽ വന്ന കഥകളാവാനൊക്കെ സാധ്യതകളുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവം പല സമയങ്ങളിലും, അതായത് 3000 ഇവിടെ നിന്നൊരു 3000, 4000, 5000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. മനുഷ്യരോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും ഒരിക്കലും ഒരു സ്ഥലത്ത് പറയുന്നില്ല ദൈവം പരിപൂർണമായിട്ട്, ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ ഒക്കെ എഴുതി വയ്ക്കുന്നത്. അതായത് മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അവിടേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയും തേജസ് അവിടെ വന്ന് നിറയുന്നത് കൊണ്ട്
അവനൊരിക്കലും ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടേക്ക് നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യമാണ്, ദൈവം പരിശുദ്ധനാണെന്നാണ് ഈ ബൈബിളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിന് മുന്നിൽ മനുഷ്യൻ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയൊരു ഉദാഹരണം പറയുകയാണ്. നീ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ തേജസ് വെളിവാകുന്ന സമയത്ത് നീ അടുത്തേക്ക് വരരുത്, നിൻ്റെ പാദവും നീ അവിടെ ഊരി വയ്ക്കുക, എന്നിട്ട് ഈ ഒരു വിശുദ്ധ സ്ഥലത്തെ സമീപിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അതിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ കറക്റ്റാണ് ക്രിസ്ത്യാനിയുടെ ദൈവവിശ്വാസത്തെ പറ്റി പറയുന്നത് വളരെ കൃത്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരിക്കലും മനുഷ്യൻ്റെ ചോദനകൾ അനുസരിച്ചുള്ളൊരു ദൈവമല്ല, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമല്ല. പലരും ദൈവത്തെ വരയ്ക്കാറുണ്ട്, എഴുതാറുണ്ട്, അല്ലെങ്കിൽ ചിത്രകാരന്മാർ തങ്ങളുടെ ഭാവനയിൽ കൊണ്ടുവരാറുണ്ട് ദൈവത്തെ പറ്റി. അപ്പോൾ അതിലെല്ലാം കാണുന്നത് ഈ ദൈവം ഒരു മനുഷ്യനായിട്ടോ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ് അതിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ അത് കേവലം ചിത്രകാരന്മാരുടെ ഭാവനയാണെന്നോ അത് ഒരിക്കലും ക്രൈസ്തവ വിശ്വാസം പറയുന്ന ഒരു ദൈവത്തിൻ്റെ രൂപമല്ലെന്നും ബോധമുള്ളവർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പലരും അതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസം, പിതാവ് ഇങ്ങനെയാണ്, പുത്രൻ ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്നു. അപ്പോൾ അതാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുപോലത്തുള്ള മനുഷ്യരാണ് ദൈവം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കില്ല, ദൈവത്തിൻ്റെ തേജസ്സിന് മുന്നിൽ മനുഷ്യന് നിൽക്കാനായിട്ട് സാധിക്കില്ല, ദൈവത്തിനെ അറിയാനായിട്ടൊന്നും മനുഷ്യന് സാധിക്കില്ലെന്ന് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം പറയുന്നത്. അപ്പോൾ ഒരിക്കലും ദൈവമുള്ളതിന് തെളിവ് കണ്ടെത്താനായിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ അതിൻ്റെ മുഴുവനായിട്ട് അതിനെ മനസ്സിലാക്കണം, അല്ലേ? പകുതി അറിഞ്ഞതുകൊണ്ട് നമുക്ക് അതിനെ തെളിയിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ അന്ധന്മാർ ആനയെ കാണാനായി പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഓരോരുത്തർ പോയി കാണുന്നു, ഒരു ആനയുടെ പല ഭാഗങ്ങളിൽ തൊടുന്നു, കാലുകളിൽ തൊടുന്നു, തലയിൽ തൊടുന്നു. അപ്പോൾ ഓരോരുത്തരും തൊടുന്നത് ഓരോ ഭാഗത്താണ്. എന്നിട്ട് വന്ന് പറയുന്നു ആന ഇങ്ങനെയുള്ള ഒരാളാണ്, ആന അങ്ങനെയാണെന്നൊക്കെ പറയുന്നെങ്കിലും ആർക്കും അത് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യർക്കും. ദൈവത്തെ പരിപൂർണമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും അതിനെ ഒരു തിയറിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാനോ അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയറോ അല്ലെങ്കിൽ കറക്റ്റ് അളവുകളോ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദൈവത്തിനെ തെളിവ് കണ്ടെത്താനായിട്ട് മനുഷ്യനൊരിക്കലും സാധിക്കില്ല. ദൈവമുണ്ടെന്ന് നമ്മുടെ പ്രപഞ്ചത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലെടുത്ത് നോക്കിയാൽ ദൈവം ഓരോ സമയങ്ങളിലും മനുഷ്യനായിട്ട് സംസാരിക്കുന്ന സംഭവങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ബൈബിളിൽ. അല്ലാതെ ബൈബിൾ ഒരിക്കലും ഒരു ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥമല്ല. അതിൽ നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ബൈബിള്. ദൈവം ഏതൊക്കെ കാലഘട്ടത്തിൽ മനുഷ്യരോട് സംസാരിച്ചു, മനുഷ്യരെങ്ങനെയൊക്കെ കൊണ്ടു നടത്തി, അവരെ നേർവഴിക്ക് നടത്തി, അല്ലെങ്കിൽ അവരോട് എന്താണ് ദൈവത്തിന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ദൈവത്തിൻ്റെ മനസ്സിലെന്താണ്, ദൈവം എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് മനുഷ്യൻ അൾട്ടിമേറ്റായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ആ മതഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് മനുഷ്യലോകത്തിൽ വന്ന് അതേ രീതിയിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അവൻ ആദ്യം ഓരോ മനുഷ്യരെയും പ്രചോദിപ്പിച്ച് തുടങ്ങി. തൻ്റെ ദിവ്യമായിട്ടുള്ള പല രീതിയിലും പലരുടെ സ്വപ്നങ്ങളിൽ കൂടെ സംസാരിച്ചു, പലരോട് പല രീതിയിൽ പ്രത്യക്ഷമായിട്ട് പല തേജസ്സോടുകൂടി പല സ്ഥലങ്ങളിലും ഒരു പ്രകാശം പോലെ വന്ന് അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. മനുഷ്യൻ്റെ ലോകത്തിലേക്ക് ദൈവം ഇൻട്രാക്റ്റ് ചെയ്യുന്നത് പല രൂപത്തിലാണ്. അത് ആ ബൈബിളിൻ്റെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ പല സമയങ്ങളിലും ദൈവം ഡയറക്റ്റായിട്ട് ഓരോരുത്തരുടെയും സ്വപ്നങ്ങളിൽ കൂടെയും മറ്റ് പല പ്രത്യക്ഷീകരണ രീതികളിലൊക്കെ മനുഷ്യനായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
പിന്നീട് പല പ്രവാചകന്മാരെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടി ആ പ്രവാചകർക്ക് അതിനു വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ പ്രവാചകരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കാലഘട്ടം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ, മനുഷ്യർ നേർരേഖയിൽ പോകുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവം പറയുന്നുണ്ട് തൻ്റെ പുത്രനെ, ദൈവം തന്നെയായ തൻ്റെ പുത്രനെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ ഭൂമിയിലേക്ക് വന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഭൂമിയുടെ ലെവലിലേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഒരിക്കലും ഭൂമിയിൽ വന്ന് ദൈവമായിട്ട് നിന്നുകൊണ്ട്, അതായത് ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും ചെറിയ ലെവലിലേക്ക് അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമുക്ക് തന്നെ ഇതിനറിയാം, അത് മനുഷ്യനത് കാണാനായിട്ട് സാധിക്കില്ല. ഒരു ഉറുമ്പിൻ്റെ മുന്നിലേക്ക് നമ്മളും ഒരു ഉറുമ്പുമായിട്ടുള്ള ഒരു സംഭാഷണം, നമുക്കൊരു ഉറുമ്പിനോട് സംസാരിക്കണമെങ്കിൽ ഉറുമ്പിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് മുഴുവനായിട്ട് കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. പല ഡിവൈസുകൾ വഴിയായിട്ടായിരിക്കും നമുക്ക് ഈ ഉറുമ്പിനോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ താരതമ്യേന ഉറുമ്പിനേക്കാളും കോടിക്കണക്കിന് അംശം ചെറുതായിട്ടുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നിൽ, ആ മനുഷ്യനോട് ഈ ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഈ ലോകത്തിലേക്ക് വന്ന് നിന്ന് ദൈവത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ദൈവത്തിന് മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ലോകത്തിലുള്ള ആരെങ്കിലുമൊക്കെ വഴിയായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ആദ്യം മുതൽ തന്നെ പല രീതികളിലും മനുഷ്യരോട് സംസാരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. പിന്നീട് പറയുന്നു തൻ്റെ പുത്രനെ, ദൈവം തന്നെയായ പുത്രനെ ഞാൻ ആ ലോകത്തിലേക്ക് അയക്കാം. അപ്പോൾ അവൻ അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് അവർ വിശ്വസിക്കും, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരെല്ലാവരും ദൈവത്തെ മനസ്സിലാക്കുമെന്ന് ദൈവം കരുതുന്നു. അപ്പോൾ അതും ദൈവം മറ്റുള്ളവരൊന്നും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ കൂടെ അവർ മാനസാന്തരപ്പെടുന്നില്ല, മനസ്സിലാവുന്നില്ലെന്ന് കാണുമ്പോൾ അവൻ്റെ മരണം വഴിയായിട്ട് ലോകത്തെ മുഴുവനായിട്ട് വിലയ്ക്ക് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ആ വിശ്വാസം വഴിയായിട്ട് പല കാര്യങ്ങളും, അതായത് പരിശുദ്ധാത്മാവിനെ തന്നെ, എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ കാര്യം ചെയ്യാനായിട്ട് മനുഷ്യനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് ദൈവം തയ്യാറാവുന്നില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ശക്തി, അതായത് മാനുഷിക ശക്തിയിൽ നിന്നും കുറച്ചും കൂടി ലെവലിൻ്റെ മുകളിലേക്ക് അവരെ ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഹോളി സ്പിരിറ്റിന് തരുന്നു. അവരെ ആ ഹോളി സ്പിരിറ്റ് കൊണ്ട് അവർക്ക് ഈ ലെവലിലേക്ക് വളരാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് കരുതിക്കൊണ്ട് അവർക്കത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ദൈവം ഈ ലോകത്തോട് സംസാരിക്കുന്നുണ്ട്, ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴും ക്രിസ്ത്യാനിയുടെ ദൈവം ഒരിക്കലും മരിച്ച് കഴിഞ്ഞൊരു ദൈവമല്ല. പലരും കരുതുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചപ്പോൾ ഉണ്ടായ ഒരു മതവിഭാഗമാണ് ക്രിസ്ത്യാനി എന്നാണ്. പക്ഷേ ക്രിസ്ത്യാനിയുടെ ദൈവം ഒരിക്കലും മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല. ക്രിസ്ത്യാനിയുടെ ദൈവം ഇപ്പോഴും ജീവിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയിലും എവിടെയും അദ്ദേഹം എപ്പോഴും വ്യാപൃതനാണ്. തങ്ങളുടെ വിശ്വാസികളുടെ ഹൃദയത്തിലും, അല്ലെങ്കിൽ വിശ്വാസികളോടും സഭയിൽ കൂടെയൊക്കെ യേശു ക്രിസ്തു സംസാരിക്കുന്നുണ്ട് പല രീതികളിലും. അപ്പോൾ അദ്ദേഹം ഒരിക്കലും മരിച്ചു പോയ ഒരാളിൻ്റെ പേരിലല്ല നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയധികം ദൈവം ഈ ലോകത്തോട് ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കാര്യങ്ങളൊക്കെ തെളിവുകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് ദൈവത്തിന് തെളിവ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അത് ഉത്തരമാവുള്ളൂ. നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ, മാനുഷിക രീതിയിലുള്ള തെളിവ് വേണമെങ്കിൽ, അതെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിലുണ്ട്. നിങ്ങൾ അവിടെ റെഫർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ തെളിവുകളാണ് വേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസമല്ല, ഒരു ദൈവത്തെ പറ്റി മാത്രമാണ് നിങ്ങളുടെ ചിന്ത എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു ചോദ്യം നിരീശ്വരവാദികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഞങ്ങൾ സമ്മതിക്കുന്നു, ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം തരണം, ദൈവത്തെ ഉണ്ടാക്കിയത് ആരാണ്?
ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയത്, ശരിയാണ്. അപ്പോൾ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിന് ആരെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ദൈവത്തെ ഉണ്ടാക്കിയത് ആരാണ്? അപ്പോഴും തീർന്നില്ല. നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തിയാലും നിങ്ങൾ അവിടെ വെച്ച് തീർന്നില്ല. അപ്പോൾ ആ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ദൈവത്തെ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ദൈവത്തെ ആരുണ്ടാക്കി? അപ്പോൾ അങ്ങനെ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ച് നമുക്ക് പോവാം അല്ലേ. ഒരു ദൈവത്തുണ്ടാക്കിയത് വേറെ ദൈവം, ആ ദൈവത്തിനുണ്ടാക്കിയത് വേറെ ദൈവം, ആ ദൈവത്തുണ്ടാക്കിയത് വേറെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു പോവാം. അപ്പോൾ അവർ പറയുന്നു, അപ്പോൾ അതിനൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും പറയുന്നത് വളരെ ശാസ്ത്രീയമായി പഠിച്ച പല വ്യക്തികളുമാണ്, അല്ലെങ്കിൽ വളരെയധികം വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് ഇത് പറയുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം. കാരണം അത് സാധാരണ ജനങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, അവർക്കത് മനസ്സിലാക്കാനുള്ള അത്രയും കഴിവില്ല എന്നായിരിക്കും. പക്ഷെ പലപ്പോഴും വളരെയധികം വിദ്യാഭ്യാസമുള്ള പ്രൊഫസർമാരായിട്ടുള്ള പലരുമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം തന്നെ അവരോട് നമുക്ക് ചോദിക്കാം അല്ലേ. ഇപ്പോൾ പ്രപഞ്ചമുണ്ടായത് ഒരു ബിഗ് ബാങ്കിൽ കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബിഗ് ബാങ്ക് ഒരു ബിന്ദുവിൽ ഒരു സമയത്ത് ഊർജത്തിൻ്റെ വലിയൊരു പൊട്ടിത്തെറിയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിൻ്റ് എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആ പോയിൻ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിക്കുണ്ടായ ഊർജം എവിടെ നിന്ന് വന്നു? നമുക്കറിയാം, എനർജി കൺസർവേഷൻ നിയമപ്രകാരം ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അപ്പോൾ വേറൊരു രൂപത്തിൽ ആ ഊർജം ഉണ്ടായിരുന്നുണ്ടാവും, അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ മുമ്പത്തെ ഊർജം എവിടെ നിന്ന് വന്നു, അപ്പോൾ അതെങ്ങനെ ഉണ്ടായി? അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം അല്ലേ. അപ്പോൾ അവർ പറയുന്നൊരു ഉത്തരം എന്ന് പറയുന്നത് ഇല്ല, ഊർജം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഊർജം ഇവിടെ ഉള്ളത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് അവർ പറയാൻ ആൻസർ. അപ്പോൾ പക്ഷെ അത് ദൈവത്തിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. പക്ഷേ വിശ്വാസത്തിൽ, പലരുടെയും വിശ്വാസത്തിൽ ഒരു പരിധിവരെ എല്ലാ മതവിശ്വാസങ്ങളിലും, ഹൈന്ദവ വിശ്വാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വിശ്വാസത്തിലും ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ കൃത്യമായിട്ട്, യഹൂദ പാരമ്പര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടായതല്ല, ദൈവം ഉള്ളതാണ് എന്നുള്ളത്. എന്നാൽ അവിടെ അങ്ങനെ ഒരു ക്ലോസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം ഈ മതഗ്രന്ഥങ്ങൾ ഇവർ കളിയാക്കുമ്പോൾ ഇവർ പറയുന്നത് ഗുഹാമനുഷ്യരുടെ അല്ലെങ്കിൽ പ്രാചീന മനുഷ്യരുടെ ജ്വൽപ്പനങ്ങളാണ് മതഗ്രന്ഥങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ മതഗ്രന്ഥത്തിൽ 3000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ദൈവം എന്നുള്ളത് ഉണ്ടായതല്ല, ഉള്ളതാണെന്ന്. അതായത് അതിന് ആദ്യമില്ല, അന്തമില്ല, എല്ലാം അത് തന്നെയാണ്, അതിന് കാരണമായിട്ടുള്ളതൊന്നുമില്ല. ദൈവം ഉണ്ടായതിനൊരു കാരണവുമില്ല, ഒരു കാരണവുമില്ലാതെ ഉള്ളതാണ് ദൈവം. ബാക്കിയെല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലേ, മനുഷ്യനുണ്ടാക്കിയതിനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ സ്വർഗീയവാസികൾ വരെ ഉണ്ടാക്കിയതിനൊരു കാരണമുണ്ട്. പക്ഷേ ദൈവത്തെ ഉണ്ടാക്കിയതിന് കാരണമില്ല, അതായത് ദൈവം ഉണ്ടായതല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉണ്ടാവാത്ത ഒരു സംഭവം ഉണ്ടായാലാണ് അതിന് വേറൊരുത്തിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ ചോദിച്ച പോലെ ഈ ചോദ്യം ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉണ്ടാക്കിയതാരെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതൊരു മാത്സിലൊരു ഇക്വേഷൻ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കതിനൊരു ഇൻഫിനിറ്റി ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നവർക്കും അറിയാം, ഒരു സംഭവം ഉണ്ടാവാതെ ഒരിക്കലും അതിൽ നിന്ന് മറ്റൊരു സംഭവം ഉണ്ടാവില്ല. അത് സത്യമാണ്. അപ്പോൾ അത് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അതിനൊരു ആദ്യം ഉണ്ടാവില്ല, ഒരു അന്തം ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് അറിയാം. പക്ഷെ അത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് തോന്നില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും മതവിശ്വാസികളെ അടിച്ചിരുത്തണം, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ സയൻസിൻ്റെ മേഖലയിൽ പല കാര്യങ്ങളെയും അവർ അങ്ങനെ തന്നെയാണ് എന്ന് അതിനൊരു കാരണം ഉണ്ടായില്ല. ഇപ്പോൾ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിനെ പറ്റി ഭൂരിഭാഗം എല്ലാവർക്കും അറിയാം, ആ ക്വാണ്ടം കണികകളുടെ സ്വഭാവത്തെ പറ്റി. അപ്പോൾ ആ സ്വഭാവത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ പറയുന്ന സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം ഇതാണ്, അതിൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ
അതങ്ങനെയാണെന്ന് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇങ്ങനെ പ്രതികരിക്കുന്നതിന് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല, അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ സ്വഭാവം എന്ന് അവർ വളരെ സിമ്പിളായിട്ട് അതിന് ഉത്തരം പറഞ്ഞു വയ്ക്കും. അപ്പോൾ പല കാര്യങ്ങളെ പറ്റി സയൻസിൻ്റെ പല ഭാഗങ്ങളിലെത്തുമ്പോൾ അവർ അതേ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ, അതിനെ സ്വീകരിക്കാൻ അവർ റെഡിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും അവരത് അതേ രീതിയിൽ സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവരപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ കോസ് എന്താണ്, അതിൻ്റെ കോസ് എന്താണെന്ന്. അപ്പോൾ അതിൽ തന്നെ വളരെ തെറ്റാണ്. ദൈവത്തെ ആർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലെന്ന് തന്നെയാണ് മതവിശ്വാസങ്ങൾ ഭൂരിഭാഗം എല്ലാ വിശ്വാസത്തിലും പറയുന്നത്. അത് എൻഡ്ലെസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് ആദ്യമില്ല അന്തവുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നിരീശ്വരവാദികൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ദൈവം എല്ലാം സൃഷ്ടിച്ചതെന്ന്, നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കുന്നു. അപ്പോൾ ആ മതഗ്രന്ഥങ്ങളെ റെഫർ ചെയ്യുന്നത് ഖുറാനും യഹൂദന്മാരുടെ തോറയും അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ബൈബിളിനെയും കോട്ട് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. ദൈവം എല്ലാം സൃഷ്ടിച്ചെന്ന് പറയുന്നല്ലോ. 7 ദിവസം കൊണ്ട് എങ്ങനെ ഭൂമിയെ സൃഷ്ടിക്കാം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാം? കാരണം വളരെ ശാസ്ത്രീയമായി വളരെ കൃത്യതയോടുകൂടി മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നു, പ്രപഞ്ചമുണ്ടായത് കോടിക്കണക്കിന് വർഷങ്ങളും ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് പ്രപഞ്ചമുണ്ടായതെന്ന് വളരെ കൃത്യമായിട്ട് ശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഉള്ളപ്പോൾ അതൊരിക്കലും ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് എല്ലാ തരത്തിലുള്ള തെളിവുകളും എവിഡൻസും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റവും അവിടെ ഇല്ലാത്തതാണ് അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ഫോസിലിനെ പറ്റി പഠിക്കുമ്പോഴൊക്കെ നമുക്കറിയാം എത്രയധികം വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഫോസിലുകളാണ് അതൊക്കെ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ടായതിൻ്റെ കെമിക്കൽ പ്രോസസ്സൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അത് എത്ര വർഷങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇത്രയധികം വർഷങ്ങളെടുത്ത്, കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ഉണ്ടായ പ്രപഞ്ചത്തെ നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നു 7 ദിവസം കൊണ്ട് ഉണ്ടായി, മനുഷ്യനും 1 ദിവസം കൊണ്ടുണ്ടായി, ഭൂമി 1 ദിവസം കൊണ്ടുണ്ടായി, സസ്യങ്ങൾ 1 ദിവസം കൊണ്ടുണ്ടായി. ഇതെങ്ങനെ ശരിയാവും? അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നിങ്ങളുടെ മതഗ്രന്ഥത്തിന് പറയാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന് അറിയില്ല, ദൈവത്തിന് ഇങ്ങനെയുള്ള കാര്യം പോലും അറിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അത് വിശ്വസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സൃഷ്ടിയും പരിണാമവും എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പരിണാമ സിദ്ധാന്തവും സൃഷ്ടിയും തമ്മിലുള്ള പൊരുത്തത്തെ പറ്റിയും അതെങ്ങനെ അത് ഒന്നായിരിക്കുന്നു, ഒന്നാകാൻ എത്രയധികം ചാൻസുകളുണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ടൈം എന്നുള്ള ഒരു സംഭവത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ശാസ്ത്രീയമായിട്ട് അറിയുന്ന, അല്ലെങ്കിൽ ഫിസിക്സൊക്കെ അറിയുന്ന, വളരെ ജനറൽ നോളേജുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സിനിമ തന്നെ കണ്ടിട്ടുള്ള, ഇൻ്റർസ്റ്റെല്ലാർ സിനിമയൊക്കെ കണ്ടിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സമയം എന്നുള്ളത് ആപേക്ഷികമാണ്. ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് സമയം എന്നുള്ളത് ആപേക്ഷികമാണ്. ഓരോരുത്തരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളും വേറൊരു സ്ഥലങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ ബേസ്ഡ് ആണ് സമയത്തെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഭൂമിയിലിരിക്കുന്ന ഒരാളും വേറൊരു ഗ്രഹത്തിലിരിക്കുന്ന ഒരാൾക്കും അനുഭവപ്പെടുന്ന സമയം വ്യത്യാസമാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം അല്ലെങ്കിൽ അയാൾക്കുള്ള ഒരു ദിവസമെന്ന് അവിടുത്തെ റിഫറൻസ്, അയാൾക്ക് അവിടെ ഒരു ദിവസം ആയിരിക്കും, പക്ഷേ ഭൂമിയിൽ നിന്ന് റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ഒരു ദിവസം അവിടുത്തെ ചിലപ്പോൾ 1000 ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കോടിക്കണക്കിന് ദിവസങ്ങളുടെ വ്യത്യാസങ്ങളും ഈ ദൂരം അനുസരിച്ചൊക്കെ മാറ്റം വരും എന്നുള്ള കാര്യമാണ് ആപേക്ഷിക സിദ്ധാന്തം പറയുന്നത്, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ GPS ഒക്കെ പ്രവർത്തിക്കുന്നത് അതിലാണ്, ആ ഒരു തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് അറിയാം, അത്രയും ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ക്രൈസ്തവ മതഗ്രന്ഥമായിട്ടുള്ള ബൈബിളിനെ കോട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ദൈവം ആദ്യം
സൃഷ്ടി തുടങ്ങുന്നു അല്ലേ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഭൂമി ഉണ്ടാകട്ടെ, ഓരോ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ദൈവത്തിൻ്റെ ഒരു ദിവസം എത്ര സമയമാണ്? അതായത് ഈ പ്രപഞ്ചം ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു ദിവസം എത്ര മണിക്കൂറാണ്? നമുക്കറിയാം, മനുഷ്യർക്കെല്ലാവർക്കും ഒരു ദിവസം എത്രയാണ്? 24 മണിക്കൂറാണ്. എന്തുകൊണ്ടാണ്? ഭൂമി തൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, രാത്രിയാവുന്ന വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. ഈ ഒരു സമയത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 24 അവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമി സൃഷ്ടിക്കപ്പെടാത്തൊരു സമയത്തെ ഒരു ദിവസം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശാസ്ത്രം കണ്ടെത്തി ഈ പ്രപഞ്ചത്തിൻ്റെ നീളം, അതായത് പ്രപഞ്ചത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയധികം വലുതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലുപ്പത്തിൽ പ്രകാശവർഷങ്ങളുടെ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ വ്യത്യാസമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ദിവസം എത്രയായിരിക്കാം? ഒന്നാമത് ദൈവത്തിന് ടൈമില്ല, കാരണം ദൈവം ടൈം ബൗണ്ടറിയിലുള്ള ആളല്ല, കാരണം ദൈവത്തിന് തുടക്കം അവസാനമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ദൈവത്തിന് ഓരോ കാര്യങ്ങളെയും സൃഷ്ടിക്കാനായിട്ട് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരളവാണ്. അതൊരിക്കലും അത് 24 മണിക്കൂർ എന്നുള്ളതിന് അർത്ഥമില്ല. ഓരോ ഘട്ടങ്ങളായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ബൈബിളിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഉടൻ തന്നെ അതിലുള്ള കാര്യങ്ങളെ വായിച്ചുകൊണ്ട് ഉടൻ തന്നെ അത് അതുപോലെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ ബൈബിളിൻ്റെ പല കാര്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, അത് ആലങ്കാരികമായി പറഞ്ഞിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഭാവനയിൽ പറഞ്ഞിട്ടുള്ളതാണോ, അതോ കഥയാണോ, ഉപമയാണോ, അതോ നടന്ന സംഭവത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണോ, അതോ മനുഷ്യരെ പറ്റിയുള്ള പറഞ്ഞിട്ടുള്ളതാണോ, വേറെ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ബൈബിൾ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ ഉൽപ്പത്തി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു 10-12 ഗ്രന്ഥങ്ങളെ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരിക്കലും ചരിത്രപരമായിട്ടുള്ള ഒരു പിൻബലമില്ല, അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഇത് നടന്നെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ബൈബിളിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 3000-5000 വർഷങ്ങൾക്ക്, അതായത് ഉൽപ്പത്തി എന്നുള്ള ഗ്രന്ഥം എഴുതുന്ന കാലഘട്ടത്തിൽ, ഇപ്പോൾ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു ഗ്രന്ഥം, അന്നത്തെ വാമൊഴിയും അന്നൊക്കെ നമുക്കറിയാം പുസ്തകം കണ്ടെത്തിയിട്ടില്ല, മൃഗങ്ങളുടെ തോലുകളിലും അല്ലെങ്കിൽ കല്ലുകളിലും ഗുഹയിലൊക്കെയാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടിരിക്കുന്നത്. പല ലിപികളിലൊക്കെയാണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ജനത്തിന് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്, പ്രപഞ്ചത്തിനെ പറ്റിയൊക്കെ ഉള്ളത്. അത് ഏത് കുട്ടിക്ക് മനസ്സിലാവണം? വിദ്യാഭ്യാസമില്ലാത്തവനും വിദ്യാഭ്യാസമുള്ളവനും എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകാൻ തക്ക രീതിയിലാണ് അത് പരിശുദ്ധാത്മാവ് തന്നെ പ്രചോദിതമാക്കിക്കൊണ്ട് വേറൊരാളിൽ കൂടെ, അത് ഗ്രന്ഥകാരനിൽ കൂടെ പരിശുദ്ധാത്മാവ്, അത് ദൈവം തന്നെ അതെല്ലാവർക്കും, ഏത് കാലഘട്ടത്തിലുള്ളവനും അത് മനസ്സിലാകാനും, ഏത് പ്രായത്തിലുള്ളവനും, ബുദ്ധിയില്ലാത്തവനും ബുദ്ധി ഉള്ളവനും മനസ്സിലാക്കാൻ തക്ക രീതിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ എന്ന് പറയുന്നത് ശാസ്ത്രം പറയാനുള്ളൊരു ഗ്രന്ഥമല്ല, ഔദ്യോഗികമായിട്ട് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥമല്ല. ശാസ്ത്രത്തെ പറ്റി പറയാനുള്ളൊരു ബാധ്യതയും ബൈബിളിനില്ല. അവിടെ പറയേണ്ടത് ഇതാണ്, ഇപ്പോൾ ഭൂമി ഉണ്ടായത് ഇങ്ങനെയാണെന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ ബൈബിളിനേക്കാളും ബൈബിളിൻ്റെ ഇപ്പോഴത്തെ വലുപ്പം, ഇപ്പോൾ 10,000 പേജുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 പേജുകൾ ബൈബിളുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഭൂമി ഉണ്ടായതിനെ പറ്റി പറയണമെങ്കിൽ ചിലപ്പോൾ ഒരു 1,00,000 പേജുള്ള ബുക്ക് വേണമായിരിക്കും. അപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നതോ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നതോ പ്രപഞ്ചത്തിൻ്റെ തിയറികൾ പറഞ്ഞു തരാനല്ല, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയും എങ്ങനെയൊക്കെയുള്ളതാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വളരെ ചുരുക്കി വളരെ എളുപ്പത്തിൽ മനുഷ്യന് ബോധ്യമാവുന്ന രീതിയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വളരെ അതുപോലെ എഴുതിയതുണ്ട്, പിന്നെ രണ്ടാമത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതുകൊണ്ട്
അതായത് ദൈവം മനുഷ്യരോട് സംസാരിച്ച എല്ലാ വാക്കുകളും അതുപോലെ എഴുതിയ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ക്രോഡീകരിച്ച വ്യക്തികളുടെ ചിന്തയിൽ നിന്നുകൊണ്ടും, അതുപോലെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് ബൈബിൾ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സഭയെ വിശ്വസിക്കണം. ഒരിക്കലും ബൈബിളിനെ നിങ്ങൾക്ക് അതിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ബൈബിള് പല രീതിയിൽ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങളെയൊക്കെ ക്രോഡീകരിച്ചതും ഇതിനെ റീറൈറ്റ് ചെയ്തതും ഇതിനെ ഏകോപിപ്പിച്ചതൊക്കെ കത്തോലിക്ക സഭയാണ്. അപ്പോൾ ആ സഭയാണ് ഈ പൊതുജനത്തിനായിട്ട് ഈ ബൈബിള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന ആളെ പറ്റി അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാതെ നമുക്ക് ഒരിക്കലും ഈ ഗ്രന്ഥത്തെ വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് എന്തുവേണമെങ്കിലും എഴുതി ചേർത്തൂടെ. പലരും ഈ ബൈബിളിനെ കോട്ട് ചെയ്ത് ക്രിസ്ത്യാനിക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്. അവിടെ ചിന്തിക്കുക, ഈ ഗ്രന്ഥം തയ്യാറാക്കിയ ആളെ നമുക്ക് വിശ്വസിക്കാതെ ഒരിക്കലും ഈ ബൈബിളിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബൈബിളിനെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് സഭയെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് തരമില്ല. അപ്പോൾ സഭ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കണം. സഭ പറയുന്ന കോണ്ടെക്സ്റ്റ്, എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് നമ്മൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാവണം. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ വളരെ കൃത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ദിവസം എന്നുള്ളത് ഒരു ഘട്ടമാണ്. അത് ആദ്യത്തെ ഘട്ടം ഇങ്ങനെ, രണ്ടാമത്തെ ഘട്ടം ഇങ്ങനെ, അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ജനറൽ ഐഡിയ കൊടുത്തെന്നുള്ളൂ. അത് തന്നെയാണല്ലേ ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരുമിച്ച് എല്ലാം കൂടിയും ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ ഘട്ടമായിട്ടാണ് ഓരോന്നുണ്ടാക്കിയത്. ആദ്യം പ്രപഞ്ചത്തിൻ്റെ വികാസം, സ്പേസ് ഉണ്ടാകുന്നു, അവിടെ ഓരോ എനർജി പുറത്തേക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇതായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 7 ദിവസം എന്നുള്ളത് ചിലപ്പോൾ ഓരോ ഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ മനുഷ്യനാണിത് കോടിക്കണക്കിന് വർഷമാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ ടൈമിൽ ജനിക്കുന്നു, ഭൂമിയിലാണ് ഇരിക്കുന്നത്, നമുക്ക് ടൈം അനുഭവപ്പെടുന്നു. ദൈവത്തിന് ചിലപ്പോൾ ഒറ്റ ചിത്രമായിരിക്കും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും മനുഷ്യൻ്റെ ജീവിതവും എല്ലാനും മനുഷ്യൻ്റെ അവസാനം വരെ ദൈവത്തിന് ചിലപ്പോൾ ഒരു പാനോരമിക് പിക്ചർ കാണുന്നത് പോലെ മാത്രമായിരിക്കും. മനുഷ്യനാണ് ഈ ടൈമിൻ്റെ ബൗണ്ടറിയിൽ കയറി നിന്നുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നതും മനുഷ്യനത് മനസ്സിലാക്കുന്നതും. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ലെവലിലേക്ക് ദൈവത്തെ കൊണ്ടുവരാനും പറ്റില്ല, നമുക്ക് ആ ലെവലിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. 7 ഘട്ടങ്ങളോ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടുണ്ടാക്കുന്ന 7 ഘട്ടങ്ങളായിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായതും മനുഷ്യനുണ്ടായതും എന്നുള്ളതിനെ പറ്റിയാണ് അത് പറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ദൈവത്തെ വിശ്വസിക്കാത്തൊരു നിരീശ്വരവാദികൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ദൈവം ഓക്കെ, ദൈവമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കാം, ഓക്കെ, പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് എപ്പോഴും ദുരിതങ്ങൾ സംഭവിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കാത്തൊക്കെ സംഭവിക്കുന്നു, നമ്മുടെ വളരെ പ്രിയപ്പെട്ടവരൊക്കെ വേർപിരിഞ്ഞു പോകുന്നു പെട്ടെന്ന് തന്നെ, അതുപോലെ തന്നെ വളരെയധികം തിന്മ, ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർക്ക് വളരെയധികം ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ദൈവമുണ്ടെങ്കിൽ ഇത് സംഭവിക്കേണ്ടാത്തതല്ലേ? എല്ലാവർക്കും നന്മ സംഭവിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ ചോദിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പലർക്കും വളരെ അപൂർവമായിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അത് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ദൈവമുള്ളതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ പലരുടെയും അനുഭവങ്ങൾ അങ്ങനെയായിരിക്കും. ദൈവത്തെ വിശ്വസിക്കാത്തതിൻ്റെ പ്രധാന കാരണം അവർ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട്, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് പോലും നെഗറ്റീവായിട്ട് സംഭവിച്ചു എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്ന ഒരു ന്യായം. അപ്പോൾ ഇതിനെന്താണ് ഉത്തരം? അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരം നമ്മൾ പല വീഡിയോകളിലും പല ഭാഗങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ എന്താണ് വർഗീയത എന്നുള്ളത് പറഞ്ഞതിലും, അതുപോലെ തന്നെ എല്ലാ വീഡിയോകളിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള എന്നുള്ള വീഡിയോയിലും യേശു ദേവനിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും
ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി നമ്മളത് ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്കറിയാം, ഒന്നാമത് ആദ്യത്തെ ഡെഫിനിഷൻ എന്നുള്ളത് ദൈവം എന്നുള്ളത് മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതാണ് പറഞ്ഞത്, ദൈവം എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ദൈവമായിട്ട് നിങ്ങൾ കരുതണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്ന് അതിനെ വിളിക്കണമെങ്കിൽ അതിന് മിനിമം കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലേ? മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നടത്തി തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സംഭവമല്ല അത്. ഈ മനുഷ്യൻ്റെ കീഴിലിരിക്കുന്ന, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോബോട്ട് പോലെ ഇന്ന എനിക്ക് കാര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങോട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല ദൈവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യൻ്റെ കീഴിലാണ്, മനുഷ്യൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാനോ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരിക്കലും ദൈവമല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ആ ദൈവത്തെയല്ല വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്കറിയാം, ജനറലായിട്ട് നോക്കുമ്പോൾ നിരവധി മതവിഭാഗങ്ങളിൽ ഇങ്ങനത്തെ വിശ്വാസമുണ്ട്. അവർ ദൈവത്തെ ചെറുതാക്കി വെച്ചിരിക്കുക, ദൈവം എന്ന് വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശക്തി എന്നുള്ള രീതിയിൽ ദൈവത്തെ താഴെ ലെവലിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു സംഭവമല്ല ദൈവം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഭവം. രണ്ടാമത് നമ്മൾ വിശ്വസിക്കേണ്ടത്, ദൈവത്തിന് ഈ ഭൂമിയിൽ ഈ മനുഷ്യരെ വിടണമെങ്കിൽ അതിനെന്താണ് കാരണമെന്ന് നമ്മൾ അറിയണ്ടേ. അതല്ലാതെ നമുക്ക് തോന്നിയതൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കാരണക്കാരൻ ദൈവമാണെന്ന്, അല്ലെങ്കിൽ അതിനൊക്കെ ദൈവത്തിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്തൊക്കെയോ വിശ്വസിക്കുന്നു, നമ്മൾ എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് ദൈവമാണെന്ന് പറയേണ്ടതിൽ ഒരു അടിസ്ഥാനവുമില്ല. അപ്പോൾ നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ക്രൈസ്തവ വിശ്വാസം കൂടിയേ തീരും. എന്തുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ ഇടപെടാത്തത്? നമ്മൾ മുമ്പും പറഞ്ഞു, ഈ ഭൂമി എന്നുള്ളതിൽ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കൊടുത്തൊരു വലിയൊരു സംഭവമാണ്. നമ്മൾ ആത്മാവെന്നുള്ള ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യമാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാരണം കൊണ്ടാണ്. കാരണം നിങ്ങളെ സ്വാതന്ത്ര്യം ഫുൾ ടൈം അനുഭവിക്കുന്ന കാരണം കൊണ്ട് നിങ്ങൾക്കത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാകാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഒരു മൃഗവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾ എത്രമാത്രം സ്വാതന്ത്ര്യത്തിലാണെന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും. പക്ഷേ അത് ഭൗതികമായിട്ടുള്ളത് തന്നെയല്ല, നമ്മുടെ ചിന്തകളൊക്കെ തന്നെ നമ്മൾ സ്വതന്ത്രരാണ്. എന്ത് വേണമെങ്കിലും, ഇപ്പോൾ നമ്മളല്ലേ ദൈവത്തെ തന്നെ തള്ളി പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ഹനിച്ച് കളയാനോ. അപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും മൃഗം ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ അറിവുണ്ടോ? നമുക്കറിയാം, നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തതുപോലെ വല്ല വള്ളിയിൽ കുരുങ്ങിക്കൊണ്ട് പടഞ്ഞു കിടക്കുന്ന മൃഗമായിട്ട് കാണാം. പക്ഷേ ഏതെങ്കിലും മൃഗം ചിന്തിക്കുമോ, ഓ എനിക്ക് ജീവിക്കണ്ട എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും മൃഗമുണ്ടോ? അപ്പോൾ അവിടെ ചിലർ ചോദിക്കാൻ ചോദ്യം, അങ്ങനെ ചില മത്സ്യങ്ങളുണ്ടല്ലോ, ചില പക്ഷികളുണ്ടല്ലോ, അവർ കുട്ടികളുണ്ടായിരിക്കുന്ന ഉടൻ തന്നെ സ്വയമായിട്ട് മരിക്കുന്ന. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരിക്കലും അവരല്ല, അവരെ ചോദിപ്പിക്കുന്നതാണ്. അതായത് ഒരമ്മയാവുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണുകളെ കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. അതൊരു സിസ്റ്റം പോലെ റൺ ചെയ്യുന്നതാണ്. അതൊരിക്കലും അവരുടെ ഫ്രീ വില്ലാണെന്ന് നമുക്ക് കരുതാനായിട്ട് പറ്റില്ല. കാരണം അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ അത് സ്വയമായിട്ട് മരിക്കാനുള്ള ഇത് അപ്പോൾ തന്നെ ഹോർമോണുകളും പുറത്ത് വന്ന് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ്റെ എന്താണ് സ്ഥിതി? മനുഷ്യൻ്റെ ഏത് പ്രായത്തിലും, കുട്ടിയായിരിക്കുമ്പോഴോ വലുതായിരിക്കുമ്പോഴോ, കാരണമില്ലാതെയോ സന്തോഷം കൂടിക്കഴിഞ്ഞാലും അവന് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നും, സന്തോഷം കുറഞ്ഞാലും ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഇഷ്ടമുള്ള പോലെ അവൻ്റെ ജീവൻ എടുക്കാനോ കളയാനോ, മറ്റുള്ളവരുടെ ജീവനെ തോന്നിയ പോലെ കളയാനോ, അല്ലെങ്കിൽ സ്വന്തം തന്നെ ഭാവിയെ മാറ്റിമറിക്കാനോ, പല രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ആ വീഡിയോ കണ്ടാലാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിത് ഇവിടെ ജീവിക്കൂ, ഇവിടെ വളരൂ, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ് വിട്ടിട്ട് ദൈവം വന്ന് എപ്പോഴും ഇവിടെ കൈ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാവും. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, പക്ഷേ
നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല ദൈവത്തെ പറ്റി, അല്ലെങ്കിൽ തെറ്റായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ ആരെ പറ്റി അഭിപ്രായം പറയാൻ പാടില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ധരിക്കാനായിട്ട് പാടില്ല. കാരണം ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് അവന് ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ നോർത്ത് കൊറിയയെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയും അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു കസ്റ്റമുണ്ട്, അത് തെറ്റിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അത് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്ത്യയെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് പറയുന്നതിനൊരു കാരണം എന്താണ്? അവിടെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ അഭിപ്രായം പ്രകടിപ്പിക്കാനോ ഒക്കെ സാധിക്കും. ബേസിക്കായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ തെറ്റിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ കഴിഞ്ഞുകൊണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭൂമിയിലും. മനുഷ്യന് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മറ്റുള്ളവനെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ സ്വാതന്ത്ര്യം മനുഷ്യന് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വിട്ടിരുന്നുകൊണ്ട് മനുഷ്യന് ദൈവത്തിനത് ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചെടുക്കാനായിട്ട് സാധില്ല. സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നന്മയും തിന്മയും ഉള്ളത്. മനുഷ്യൻ തിന്മ എന്നുള്ള സംഭവത്തിൽ പോവരുത്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നശിക്കും. അപ്പോൾ അത് അങ്ങനെയാണ് ഈ ഭൂമിയുടെ സിസ്റ്റം കിടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു പിശാചിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിശാചിൻ്റെ പ്രവർത്തനങ്ങളും തിന്മയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ മനുഷ്യൻക്ക് തിന്മ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, നന്മ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് തിന്മ നിങ്ങൾ ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം? നിങ്ങളതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. തിന്മ സ്വീകരിക്കണം, നന്മ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഭൂമിയുടെ തന്നെ സിസ്റ്റം. ഇതിങ്ങനെയാണ് ഈ സിസ്റ്റം ഇരിക്കുന്നത്. അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല, ദൈവത്തിനും മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവം ക്രിസ്തീയ വിശ്വാസത്തിൽ പറഞ്ഞ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപം മൊത്തം ഏറ്റെടുത്തു എന്ന് പറയുന്നത്. കാരണം അത്രയധികം തിന്മ മനുഷ്യൻ ചെയ്തു പോയി. ഇനി മനുഷ്യനെ തിരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ച് ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അത്രയും ലെവലിലേക്ക് മനുഷ്യൻ താഴ്ന്നു പോയപ്പോൾ ആ പാപങ്ങൾ മൊത്തം സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കുരിശുമരണത്തിൽ കൂടെ അത് മൊത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതിയായിരുന്നു യേശുവിൽ കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യത്തിലാണ് മനുഷ്യനെ വിട്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അനന്തരഫലമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു മനുഷ്യനല്ലേ. നമ്മളിന്ന് അനുഭവിക്കുന്ന കഷ്ടതകളുടെ കാരണം എന്തായിരിക്കും? ചിലപ്പോൾ വളരെയധികം തിന്മ പ്രവർത്തിച്ചിട്ടുള്ള പല മനുഷ്യരെ കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ പലരും പല ഭക്ഷണത്തിൽ പല മായങ്ങൾ ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വളരെയധികം പൊല്യൂട്ടഡ് ആയതുകൊണ്ടൊക്കെ ഇത് വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ എന്തുകൊണ്ടാണ്? വേറൊരു മനുഷ്യൻ്റെ ഒരു തിന്മയാണ് അൾട്ടിമേറ്റായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും പിന്നെ ദൈവത്തിൻ്റെ പദ്ധതികളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടതുകൊണ്ട് ദൈവത്തിനിടയിൽ കയറിക്കൊണ്ടൊന്നും അവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇൻ്റർവെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെയും ദൈവം അതാണ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ വന്ന് മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിക്കും. അതാണ് ഈ പ്രാർത്ഥനകൾ ദൈവത്തിനെ ആത്മാർത്ഥമായിട്ട് തേടുന്നവരുടെ കൂടെ ദൈവത്തിന് ഒരിക്കലും അത് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ ദൈവം ഈ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇടപെടും, അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് ഈ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇവിടെ വന്നൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കാലയളവ് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ കാലയളവ് വരെ ഇതേ സിസ്റ്റത്തിലേ ഇത് റൺ ആവുള്ളൂ. ഇനി ലാസ്റ്റ് ക്രൈസ്തവ വിശ്വാസത്തിലാണ് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ ദൈവം പലരിൽ കൂടെ വാണിംഗ് തരുന്നു, പല കാര്യങ്ങളോടും നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. അതൊന്നും മനുഷ്യന് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. മനുഷ്യൻ പറയുന്നത് എനിക്ക് ദുരിതം വരാനായിട്ട് പറ്റില്ല, ഞാനും ഒന്നും ചെയ്യില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, പക്ഷേ എനിക്ക് ഒറ്റ ദുരിതങ്ങളോ എനിക്ക് സംഭവിക്കാൻ പാടില്ല, ഒന്നും എന്നെ തേടി വരാനായിട്ട് പാടില്ല, പക്ഷേ ഞാൻ ദൈവത്തെ അനുസരിക്കില്ല, എൻ്റെ ഇഷ്ടത്തിന് നടക്കും. അപ്പോൾ അതിൽ തന്നെ അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് പരിപൂർണമായിട്ട് മനസ്സിലാവുള്ളൂ.
നിരീശ്വരവാദികളുടെ വേറൊരു ചോദ്യമാണ്, ഈ ദൈവത്തെ വിശ്വസിക്കാതെ നടക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചുകൊണ്ട് എൻ്റെ ഉള്ള സമയങ്ങൾ ഞാൻ അടിച്ചു പൊളിച്ചുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഈ ലോക ജീവിതം മതി എനിക്ക്. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മാത്രം എനിക്ക് മതി. വേറൊരു ലോകത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ദൈവത്തിനെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ശാസ്ത്രമുണ്ട്, എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശാസ്ത്രവും എൻ്റെ സൊസൈറ്റിയുണ്ട്, രാജ്യങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ നിയമവ്യവസ്ഥകളുണ്ട്. അപ്പോൾ എനിക്കിനി ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളതാണ് അടുത്ത നിരീശ്വരവാദിയുടെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തിനാണ് ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഉത്തരം ഞാൻ പല ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉത്തരം ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ശരിയല്ലേ, ഈ ഭൂമിയിൽ ഇനി മരിച്ചു കഴിഞ്ഞാൽ ലോകം ഉണ്ടോയെന്ന് ആർക്കും അറിയില്ല, ആരും മരിച്ച സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയില്ലാത്തൊരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ പറ്റി ഇപ്പോൾ മുതൽ നമ്മൾ ഈ ദുഃഖിച്ചും കഷ്ടപ്പെട്ട് ഉപവസിച്ചും നോമ്പൊക്കെ എടുത്തും നമുക്ക് കിട്ടാവുന്ന സുഖങ്ങളൊന്നും ഉപയോഗിക്കാതെയും നമ്മൾ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ ജീവിച്ചത് വെറുതെ പാഴായിപ്പോയില്ലേ? നമ്മൾ ഈ സമയങ്ങളൊന്നും എൻജോയ് ചെയ്യാതെയല്ലേ ജീവിക്കണേ? അപ്പോൾ ഇതൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ഇതിനെന്താണ് ഉത്തരം? അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഇതാണ്: നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ലാതെ ഒരു നല്ല മനുഷ്യനാവാനായിട്ട് സാധിക്കില്ല. അത് 100% ഷുവറാണ്, അല്ലേ? നന്മ എന്നുള്ള സംഭവത്തെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂകൾ നിങ്ങൾ വിശ്വസിക്കാതെ പറ്റില്ല, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള വീഡിയോയിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ശരിയാണ് അവരവരുടെ ശരിയെങ്കിൽ ഈ പ്രപഞ്ചം റൺ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരാളെ കൊല്ലുന്നതാണ് വേറെ ആൾക്ക് ശരിയെങ്കിൽ അയാൾ വേറെ ആളെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാൾക്ക് തെറ്റെന്ന് തോന്നുന്നു വേറെ ആൾക്ക് ശരിയാണെങ്കിൽ അവർക്ക് എങ്ങനെ മനുഷ്യർക്ക് സമൂഹത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം, നമുക്കിവിടെ ഒരു രാഷ്ട്ര നിയമങ്ങളുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്ര നിയമങ്ങളെ കൊണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കൺട്രോളേ കിട്ടുന്നുള്ളൂ. ബാക്കി ഒരു പേഴ്സണൽ ലൈഫിലൊന്നും ഈ രാഷ്ട്ര നിയമങ്ങൾ ബാധകമല്ല. വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലൊക്കെ നമുക്ക് നിയമങ്ങൾ ഉണ്ടായാലാണ് സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഒരു കുടുംബങ്ങൾ റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പരസ്പര ബന്ധങ്ങൾ വളരുള്ളൂ, സ്നേഹം ഉണ്ടാവുകയുള്ളൂ. വിശ്വസ്തതയ്ക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ബേസിക് കോർ വാല്യൂസ് ഉണ്ടായിത്തീരും. ആ വാല്യൂസ് നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ദൈവ നിയമങ്ങളിൽ വിശ്വസിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ആ വാല്യൂസ് ഉണ്ടാകുകയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ വാല്യൂ സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ദൈവവിശ്വാസം കൂടി തരും. ഇന്ന് നമ്മുടെ ഭൂമി, ഇന്ന് പലരും എയ്ത്തിയസ്റ്റുകൾ പറയുന്നൊരു കാര്യമാണ്, പല ഹാപ്പിനെസ് കൺട്രീസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊന്നും ദൈവവിശ്വാസമില്ല എന്നുള്ള സംഭവം. യാഥാർത്ഥ്യം എന്തെന്ന് നമുക്കറിയാം. ഈ ഹാപ്പിയസ്റ്റ് കൺട്രീസ് എന്ന് പറയുന്ന, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫിൻലാൻഡ്, സ്വീഡൻ അല്ലെങ്കിൽ നെതർലാൻഡൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്ന രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസം വളരെയധികം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. അവിടെ നിന്നും ഇപ്പോൾ അവർ വിശ്വാസത്തിൽ നിന്നും വഴി മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ ചെന്ന് നോക്കിയാൽ വിശ്വാസത്തിൽ വളരെയധികം വിശ്വാസത്തിന് വേണ്ടി മരിച്ച പല ആൾക്കാരുടെയും മണ്ണുകളാണ് ആ രാജ്യങ്ങൾ. അപ്പോൾ ആ ജനതയുടെ സംസ്കാരത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ആ വാല്യൂസിൽ വിശ്വസിക്കുന്നത്. ഇന്ന് ഇവിടെ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ പോയാലും ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ രീതിയിൽ ഓരോ കാര്യങ്ങളെ കാണുന്നത് ഈ രാജ്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ അവകാശങ്ങൾ, മനുഷ്യനെ അൾട്ടിമേറ്റ് നന്മ ചെയ്യുന്നതിനെ പറ്റിയും അവരെ സഹായിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നതിൻ്റെ ബേസിക് കിടക്കുന്നത് കൊണ്ടാണ്. അവർ ക്രൈസ്തവ മൂല്യങ്ങളിൽ വളർന്ന ജനതയായതുകൊണ്ടാണ്. അങ്ങനെയല്ല, ക്രൈസ്തവ ജീവിതം ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന അല്ലെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ വിശ്വാസം ഇവിടെ ഭൂമിയിൽ പ്രചരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ സ്ഥിതി എന്താവുമായിരുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പലപ്പോഴും
അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല. ക്രിസ്തു പഠിപ്പിച്ചാൽ ഈ മറ്റു മനുഷ്യനെ ഉപദ്രവിക്കരുത്, എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച, എല്ലാവരും നിങ്ങളുടെ അയൽക്കാരാണ്, ഇടതും വലതും നിൽക്കുന്നവനും നിങ്ങളുടെ അയൽക്കാരനാണ്, ഒരു ഉടുപ്പുള്ളവന് വേറൊരു ഉടുപ്പ് ചോദിക്കുന്നവന് വേറെ ഉടുപ്പ് കൊടുക്കുക, ഒരു മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്നവൻ 2 മൈൽ കൂടെ നടക്കുക എന്നൊക്കെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വാല്യൂസ് ഇവിടെ വന്നതുകൊണ്ടാണ് ഇന്നത്തെ രീതിയിൽ ഈ ലോകം കുറച്ചെങ്കിലും നന്മ ഉള്ളതായിട്ട് മാറിയത്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ് പോയിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും മതത്തിൻ്റെ നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പോയിരുന്നെങ്കിൽ രക്തച്ചൊരിച്ചിൽ കൊണ്ട് ഈ ഭൂമി കളങ്കിതമായിക്കൊണ്ടേയിരുന്നേനെ അല്ലേ? നമ്മുടെ എത്രയധികം ഹൈന്ദവ വിശ്വാസമുള്ള ഗാന്ധിജി പോലും ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ദൈവമായിട്ട് കരുതിയില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ആദർശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അഹിംസ പോലെയുള്ള വലിയൊരു സമരമാർഗം സ്വീകരിച്ചത്. ആ സമരമാർഗത്തിൽ കൂടെ അദ്ദേഹം നേടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കൂട്ടം ജനങ്ങൾ നേടിയ സ്വാതന്ത്ര്യം, അതുകൊണ്ട് നേടിയതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും മൂല്യമുള്ളതായി തീർന്നതും ഇന്ത്യക്ക് തന്നെ ഒരു ബഹുമതി മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നത് തന്നെ ഈ ഒരു ബേസിലാണ്. ഈ ഗാന്ധിജിയുടെ ഈ അഹിംസയും നമ്മുടെ സമരമാർഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഇതുപോലുള്ളൊരു സമരമാർഗം വേറൊരു രാജ്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എല്ലാവരുടെയും രക്തച്ചൊരിച്ചിൽ കൊണ്ട് മാത്രമാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയൊരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരത്രയധികം ഗാന്ധിജിയെ ബഹുമാനിക്കുന്നുണ്ടല്ലെങ്കിൽ ആ മൂല്യത്തെ, ഗാന്ധിജി കൊണ്ടു നടന്ന മൂല്യത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഗാന്ധിജിനെ ഇൻസ്പയർ ചെയ്തത് ആരാണ്? ക്രിസ്തുവാണ്. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും, ഇപ്പോൾ പല നിരീശ്വരവാദികളും ഉള്ളിൽ തന്നെയും, ഇപ്പോൾ നമ്മുടെ റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു കൾച്ചറൽ ക്രിസ്ത്യനാണ് എന്നുള്ള സംഭവത്തെ പറ്റി. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ ഒരു സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ വിശ്വസിച്ചാൽ മാത്രമാണ് നല്ലൊരു സൊസൈറ്റിയിലുള്ളൊരു ജീവിതം സാധ്യമാകൂ, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ, ആ ഒരു കൾച്ചറൽ ലൈഫാണ് ഏറ്റവും ബെറ്റർ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏറ്റവും വലിയ നിരീശ്വരവാദിയായിട്ടുള്ള വ്യക്തി. അപ്പോൾ ആ മൂല്യം അവിടെ ഉള്ളതുമാണ്. ആ മൂല്യം യേശു വെറുതെ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ വെറുതെ ഒരു മനുഷ്യനായിരുന്ന ഒരാൾക്ക് വൈകുന്നേരം ഒരു സായം സന്ധ്യയിൽ വെറുതെ മാനത്ത് നോക്കി കിടന്നപ്പോൾ തോന്നിയ വാല്യൂസ് ഒന്നല്ലത്, ഇത് ദൈവത്തിൻ്റെ വാല്യൂസാണത്. ദൈവം മനുഷ്യർക്ക് മുന്നിൽ ഇറങ്ങി വന്ന് നിന്നുകൊണ്ട് ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ക്രിസ്ത്യാനി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരായിട്ടെങ്കിലും ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി നിങ്ങൾ ഈ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ഈ വിശ്വാസം എടുത്ത് നീക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തായിരിക്കും ഈ മനുഷ്യരുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഒന്നത്, മനുഷ്യർക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ജീവിതം തന്നെ സൊസൈറ്റിയിൽ ഒരു സമാധാനത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമതൊരു കാര്യം, ഈ മനുഷ്യർ ഒന്ന് നമുക്കറിയാം, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു തൊഴുത്തിൽ ഒരു ആട്ടിടയൻ്റെ സംരക്ഷണത്തിൽ വളരുന്ന ആടുകളും ആട്ടിടയൻ്റെ സംരക്ഷണത്തിൽ നിന്ന് തൊഴുത്തിന് പുറത്ത് ചാടിക്കളിച്ച് നടക്കുന്ന ആട്ടുംകുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അല്ലേ? ആട്ടിൻ തൊഴുത്തിൽ നിൽക്കുന്ന ആടിന് തോന്നും പുറത്ത് നിൽക്കുന്ന ആടിന് ഭയങ്കര സ്വാതന്ത്ര്യമാണ് അവൻ അനുഭവിക്കുന്നത്. കാരണം അവൻ എവിടെ വേണമെങ്കിലും നടക്കാം, പുല്ല് തിന്നാം, ഓടിക്കളിക്കാം. പക്ഷേ തൊഴുത്തിലുള്ള ആട് ഈ യജമാനൻ പറയുന്ന സമയത്തല്ലാതെ പുറത്തേക്ക് പോകാനായിട്ട് അധികാരമില്ല. അതുപോലെ അവന് കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവനെ ഈ യജമാനൻ നോക്കുന്നു, അതിന് മരുന്ന് കൊടുക്കുന്നു, അതിന് വേണ്ടത്ര കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യജമാനൻ്റെ പരിപാലനയിലാണ് ഈ ആട് ജീവിക്കുന്നത്. ആടിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും അവൻ്റെ ശരീരത്തിനനുസരിച്ചും ഈ യജമാനൻ ഓരോ സമയങ്ങളിൽ ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാതിരിക്കും,
ആടിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ചിലപ്പോൾ അത് ആടിനെ വേദനിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളായിരിക്കും. അത് ഈ രോഗം മാറാനായിട്ട് യജമാനൻ ചെയ്യുന്നതാണ് അല്ലേ. എന്നാൽ ഈ തൊഴുത്തിന് പുറത്ത് നടക്കുന്ന ആടുകൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നല്ല ആടുകളൊക്കെ ജീവിക്കും. അങ്ങനെ കുറേ ജീവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചെന്നായി വരും, ഈ ആടുകളെ കയ്യിൽ കിട്ടുന്നതിനൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംഭവിക്കും. അവർക്ക് പ്രത്യേകിച്ച് ആരും നോക്കുന്നില്ല, പക്ഷെ അവർ ജീവിക്കുന്നു. കാരണം എല്ലായിടത്തും പുല്ലുള്ളതുകൊണ്ട് ജീവിക്കുന്നു. ഇതേ സിറ്റുവേഷനാണ് ഇന്ന് ഭൂമിയുടെ സിറ്റുവേഷൻ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ദൈവവിശ്വാസമുള്ളവനും ദൈവത്തിൽ വിശ്വസിക്കുന്ന അവൻ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ അണ്ടറിലാണ്. ദൈവം അറിയാതെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ അവന് മറ്റുള്ളവൻ്റെ പോലെ യഥേഷ്ടം നടക്കാനായിട്ട് അനുവാദമില്ല. കാരണം അത് അവൻ്റെ നാശത്തിന് തന്നെയായിരിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അവനെ അങ്ങനെ വിടാനായിട്ട് ദൈവം തയ്യാറല്ല. അവനെപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മിതമായിട്ടായിരിക്കും അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവന് ഓവറായിട്ട് ചിലപ്പോൾ സമ്പത്ത് കൊടുക്കണമെന്നില്ല, ഓവറായിട്ട് പല കാര്യങ്ങൾ കൊടുക്കണമെന്നില്ല. അവൻ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അവൻ നല്ല രീതിയിലാണോ പോകുന്നത്, അവൻ അത് മോശം രീതിയിലാണോ അവൻ ചായ്വ്, അവനിത് തിന്മ ചെയ്യാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പല അനുഗ്രഹങ്ങളും ദൈവം കട്ട് ചെയ്ത് കളയും. ആ ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് നോക്കിയാലും അറിയാം. ചിലപ്പോൾ നമ്മൾ കിട്ടാൻ പോകുന്ന ചിലപ്പോൾ ഫോർച്യൂൺസൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ദൈവത്തിൽ വിശ്വാസമില്ലെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇതിന് പുറത്തെടുക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കുമെന്ന് അറിയാവുന്ന ദൈവം അതൊന്നും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ പല രീതിയിൽ ശിക്ഷണം നടത്താനായിട്ട് പല വഴികളിൽ കൂടെ നമ്മളെ കൂടെ നടത്തുന്നു. ഇതൊക്കെ ക്രിസ്ത്യാനിക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം പരിപാലിക്കുന്നവർ. മറ്റുള്ളവർ എന്തൊക്കെ കാണിച്ച് ജീവിക്കുന്നു, അവർ ചിലപ്പോൾ ജീവിക്കും, ചിലപ്പോൾ മരിക്കും. ഒരു ഗ്യാരണ്ടിയും ഇല്ല അവരുടെ ജീവിതത്തിൽ. അവരത് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളത് ഇവരുടെ അണ്ടറിൽ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന വ്യക്തികളെ ദൈവം തന്നെ മരണാനന്തരം അവൻ്റെ കൂടെ ജീവിക്കാനായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കേസ്. ഇനി വേറൊരു കാര്യം കൂടി ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ സുഖങ്ങളുടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് നോക്കിയാൽ നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഖങ്ങൾ അല്ലേ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു നമുക്ക് പല കാര്യങ്ങളോട് ക്രേവിങ്സ് ആണ് അല്ലേ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണങ്ങൾ എടുത്തു നോക്കി നമ്മൾ തോന്നും, നമുക്കിപ്പോൾ സെക്സ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ ലസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ആഗ്രഹം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശസ്തി കരസ്ഥമാക്കണമെന്ന് പറഞ്ഞ അധികാരം നേടാനുള്ള നമ്മുടെ ആഗ്രഹം, പണം കൂടുതലായിട്ട് നേടണം, അങ്ങനെ എനിക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് പണത്തെ ആർത്തിയോടെ നേടാനായിട്ട് നടക്കുന്നവർ. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദേഹത്ത് കുഷ്ഠം വന്നു, ദേഹത്ത് മുഴുവൻ വ്രണങ്ങളാണ് അല്ലേ. ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മളൊരു വ്രണത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാണ്. വ്രണത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ അടുത്ത് കിട്ടിയ ഒരു ചെറിയൊരു കല്ലിൻ കഷ്ണം എടുത്ത് നമ്മൾ ആ വ്രണം ചൊറിയാനായിട്ട് തുടങ്ങാണ്. ആ വ്രണം ചൊറിയാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഒരു സുഖം ലഭിക്കും. ആ സുഖമാണ് യഥാർത്ഥ സുഖമെന്നും ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും അത് കിട്ടിയാലാണ് എനിക്ക് എൻ്റെ ജീവിതം നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ഇതിങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. ജീവിതാവസാനം വരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഈ രോഗം മൂർച്ഛിച്ച് ഓരോ ദിവസം ചെല്ലുന്തോറും ഈ വ്രണം വലുതായി ശരീരം മൊത്തം വ്യാപിച്ച് അവസാനം മരണത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തിക്കും അല്ലേ. അവിടെ അവൻ നോക്കിയത് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ ഏതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ആ വ്രണം ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവൻ്റെ യഥാർത്ഥ രോഗം എന്തെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് വ്രണവും ഉണ്ടാവില്ല, ചൊറിച്ചിലും ഉണ്ടാവില്ല, അതിൻ്റെ ചൊറിയാനായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നത് ഈ വ്രണത്തിലെ ചൊറിച്ചിലിന് വേണ്ടിയിട്ട്, ആ ചൊറിച്ചിൽ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം.
അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രശ്നം അവിടെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ പ്രശ്നം മാറണമെങ്കിൽ നിങ്ങൾക്ക് ദൈവം കൂടിയേ തീരൂ. ആ ദൈവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്രണവും ഉണ്ടാവില്ല, ചൊറിച്ചിലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെന്ന്, ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്കും ജീവിക്കാമെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അതാണ് അതിനുള്ളൊരു ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ദൈവവിശ്വാസം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഒരു കൺട്രോൾഡായിട്ട്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചിന്തിച്ച് നോക്കുക, നിങ്ങൾ കൺട്രോൾഡായിട്ട് ജീവിക്കാനായിട്ട്. അതൊരു ചെറിയൊരു നമ്മൾ ഗാംബ്ലിംഗ് പോലെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം അല്ലേ. മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു യുക്തിയാണ്. ഇത്രയും മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലാവാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കാര്യം കൂടി ചിന്തിച്ച് നോക്കുക. നിങ്ങളൊരു ഗാംബ്ലിംഗ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നഷ്ടം കുറഞ്ഞ കളികളല്ലേ നിങ്ങൾ കളിക്കാൻ പോവുള്ളൂ. നഷ്ടമാണെന്ന് കരുതിക്കൊണ്ട് ആ കളി നിങ്ങൾ കളിക്കില്ലല്ലോ. അപ്പോൾ മിനിമം ലോസ് ഉള്ള കാര്യങ്ങൾ, റിസ്ക്കുകളാണ് നിങ്ങൾ എടുക്കുള്ളൂ അല്ലേ. നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നൊരു നിങ്ങളുടെ ഓഫറിങ് അതാണ്, നിങ്ങൾക്കൊരു കൺട്രോൾഡ് ലൈഫ് ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലോകത്തിലുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ അത് കൺട്രോൾഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കിത് കഴിയുമ്പോൾ ഒരു മരണാനന്തര ജീവിതവും നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്ന ഒരു പാക്കേജ് ഒന്ന്. രണ്ടാമത്തെ പാക്കേജ് അൺകൺട്രോൾഡ് ലൈഫ്, നിങ്ങൾക്ക് മരണാനന്തര ജീവിതവും ലഭിക്കില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരാണെങ്കിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഇത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചോദിക്കാനേ പാടില്ല, കാരണം ഇങ്ങനെയല്ല അത് പറയേണ്ടത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു ഏറ്റവും നല്ല ചാൻസ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് ലൈഫും മരണാനന്തര ജീവിതം ഉള്ള പാക്കേജ് തിരഞ്ഞെടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരു ദുരിതമുള്ള ജീവിതമല്ല. അവിടെ നമുക്ക് കുടുംബമുണ്ട്, അവിടെ നമുക്കൊരു ഭാര്യ, ഒരു സ്ത്രീയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ മക്കളിൽ കൂടെ സന്തോഷം ലഭിക്കും, ഭാര്യയിൽ കൂടെ സന്തോഷമുണ്ട്, സഹോദരങ്ങളുണ്ട്, അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുപോലെ തന്നെ സഭയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിസന്ധികളിൽ. ഇങ്ങനെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് നല്ലത്? ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതോ ദൈവമില്ലാതെ ജീവിക്കുന്നതോ? നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക. ഇനി നിരീശ്വരവാദികളുടെ വേറൊരു ചോദ്യം. ഓക്കെ, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവവുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വെറുതെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ആ ദൈവമുള്ളതിന് ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതൊക്കെ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നു. അങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇങ്ങനെ ഇത്രയധികം ദൈവത്തെ പിന്നാലെ നടന്ന് തേടുന്ന ആൾക്ക് ദൈവം എങ്ങനെയെങ്കിലും ഒരു അത്ഭുതം, അല്ലെങ്കിൽ ദൈവം സംസാരിക്കേണ്ടത് ഇല്ലേ? അപ്പോൾ അങ്ങനെ വെറുതെ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിനെ പറ്റി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വിചാരിച്ചുകൊണ്ട് ദൈവം കേൾക്കും, ദൈവം എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതാവസാനം മുഴുവനും മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത് വരുന്നൊരു ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എങ്ങനെ കണ്ടെത്താൻ പറ്റും? അപ്പോൾ ഈ ചോദ്യം ഒരു പരിധി വരെ ശരിയാണല്ലേ. ഇന്ന് പല മതവിശ്വാസങ്ങളും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല. യേശുദേവനെ വിശ്വസിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളും ഒരേ കാര്യമാണ് പറയുന്നതും വളരെ തെറ്റാണ്. എല്ലാ ദൈവവിശ്വാസങ്ങളും ശരിയല്ല. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പറയുന്ന ആകെ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ കൂടെയല്ലാതെ ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം പറയുന്നത്. അത് വീണ്ടും എനിക്കത് പറയുന്നതിന് ഒരു മടിയുമില്ല. അത് മറ്റുള്ള മതങ്ങൾ മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ
അതാണ് ട്രൂത്ത്. കാരണം യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഭാഗം തന്നെയായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ വന്നിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾ എന്നെ ചരിത്രപുരുഷനായിട്ട് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തിൻ്റെ രാജാവായിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. അതായത് നിങ്ങൾ തിന്മയിൽ അകപ്പെട്ടു പോയി, നിങ്ങൾ പാപം ചെയ്തു പോയി, നിങ്ങളുടെ പാപത്തിന് പരിഹാരം എൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കു വേണ്ടി മരിച്ചു. അതിനുശേഷം അവൻ നമുക്ക് കാണിച്ചു തന്നു, അവൻ്റെ ഉയർപ്പിലൂടെ കാണിച്ചു തന്നു, ഇനി ഞാൻ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് പോലെ നിങ്ങളെയും ഞാൻ ഉയർപ്പിക്കും. ഇതുപോലെ തന്നെ. എന്നിട്ട് ആ ഉയർത്തെഴുന്നേറ്റ് യേശു ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാണ്, നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു വിശ്വാസത്തിൽ പറയുന്നത്, യേശുവിൽ കൂടെ അല്ലാതെ, യേശുവിൽ വിശ്വസിക്കാതെ ആർക്കും പാപമോചനം ലഭിക്കുകയില്ല. കാരണം എല്ലാ മനുഷ്യരും പാപം ചെയ്തു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാപമോചനം കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും മരണാനന്തര ജീവിതത്തിൽ പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് പാപമോചനം കിട്ടാനായിട്ട് ആകെ ഒരു വഴി യേശുവിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് ആ റൂട്ട് തിരഞ്ഞെടുക്കാതെ, ഇപ്പോൾ നമ്മൾ ഓരോ വിസ റൂട്ട് എന്ന് പറയും, ഈ റൂട്ട് തിരഞ്ഞെടുക്കാതെ നിങ്ങൾക്ക് ആ പാപമോചനം കിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ആർക്കും ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ലെന്ന് വരും. അപ്പോൾ അതുപോലെ തന്നെ യേശു പറഞ്ഞു തരുന്നതാണ്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അത് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു, ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, അവൻ ഇപ്പോഴും ഇവിടെ വ്യാപൃതനാണ്, ഓരോരുത്തരിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്, സഭയിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ജനത്തിനും ഏത് കാലഘട്ടത്തിലുള്ള ജനത്തിനും അവൻ സാക്ഷി നൽകിക്കൊണ്ട് കൂടെ തന്നെയുണ്ട്, ഈ മനുഷ്യരുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ആ ദൈവവുമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഇടപെടും, അവൻ നിങ്ങളോട് സംസാരിക്കും. ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടത്ര വിശ്വാസം നൽകും, നിങ്ങൾക്ക് വേണ്ടത്ര അനുഭവം നൽകും. നിങ്ങൾക്ക് അവൻ്റെ പദ്ധതികൾ എന്താണെന്ന് നിങ്ങളോട് പറയും, നിങ്ങൾക്കത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവൻ നൽകുന്ന പരിശുദ്ധ ആത്മാവ്, ഞാൻ അത് ആത്മാവിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളെ വന്ന് ആവസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്. അപ്പം നിങ്ങളെ വീണ്ടും അത് ശക്തിപ്പെടുത്തും. അതായത് നിങ്ങളുടെ മാനുഷിക ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്ര വലിയ മോറൽസ് പറഞ്ഞാലും ആ മോറൽസ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കഴിവുകൊണ്ട് നടക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ശക്തി കൂടിയേ തീരൂ. ആ ശക്തിയും അവൻ നൽകുന്നുണ്ട്, ഹോളി സ്പിരിറ്റ് എന്നുള്ള ശക്തി. അപ്പോൾ അതും സ്വീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ നടന്നിട്ട് കാര്യമില്ല. അല്ലാതെ നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ നിങ്ങൾ കേട്ടു അവിടെ ഇരിക്കും ദൈവമുണ്ട്, നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ദൈവത്തെ കാണുന്നത്, അതുവരെ നിങ്ങൾക്ക് ആ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല, ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അനുഭവം കിട്ടുന്നില്ല, നിങ്ങൾ ആ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. വെറുതെ ഒരു മുറിയിൽ അടച്ചിരിക്കുന്ന ഒരു ദൈവത്തിനെ പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ദൈവം കേൾക്കുന്നുണ്ടെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ അത് തന്നെയാണ് നിരീശ്വരവാദികളോടും മറ്റുള്ള വിശ്വാസികളോടും ചോദിക്കുന്ന ചോദ്യം. അതാണ്, നിങ്ങളെ കേൾക്കാത്ത ദൈവത്തെ വിശ്വസിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളോട് സംസാരിക്കും. പക്ഷെ അത് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കണമെന്ന് ഇല്ല, അല്ലേ? ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവൻ ഈ ലോകവുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും, നിങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും. അത് പല രീതിയിലായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് ബോധ്യപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ആ ഹോളി സ്പിരിറ്റ് നൽകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിനുള്ള ഒരു ഉത്തരം. ഇനി അടുത്തതായിട്ട് നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, ദൈവവുമായിട്ട് വളരെയധികം ബന്ധത്തിലാണ് നിങ്ങൾ പറയുന്ന വ്യക്തികൾ എത്രയധികം തിന്മകൾ ചെയ്യുന്നു, എത്രയധികം കേസുകളിൽ അവർ പെട്ടിട്ടുണ്ട്, എത്രയധികം ആൾക്കാരെ അവർ കൊന്നിട്ടുണ്ട്,
എത്രയധികം തിന്മ നിറഞ്ഞതാണ് അവരുടെ ജീവിതമെന്ന് നിങ്ങൾ ഈ വാർത്തകളൊക്കെ കണ്ടു നോക്കിയാൽ അറിയാം. അതുപോലെ നിങ്ങൾ ഇപ്പോൾ എന്നെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ വലിയൊരു വിശുദ്ധൻ, നിങ്ങളെ ക്രിസ്ത്യാനികളായിട്ടുള്ള എത്രയധികം വൈദികരുടെ കഥകൾ എനിക്കറിയാം, അല്ലെങ്കിൽ എത്രയധികം വിശ്വാസികളുടെ കഥകൾ ഞങ്ങൾക്കറിയാം, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട, നിങ്ങളുടെ ഈ പറയുന്ന വിശ്വാസത്തിൽ നടക്കുന്ന നിങ്ങളൊക്കെ വലിയ ആൾക്കാരാവുന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസവും വാർത്ത ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഈ വിശ്വാസം കൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് ഉത്തരം പറയണേ? അപ്പോൾ ഇതിന് ഞാൻ പറയാനുള്ള ഉത്തരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനി എന്നുള്ളൊരു ലേബൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിശുദ്ധരാകുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല, അല്ലേ? വിശ്വസിച്ചാൽ പോലും നമ്മൾ വിശുദ്ധരാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് ക്രിസ്ത്യാനി എന്നുള്ളൊരു ലേബൽ കിട്ടിയവൻ. ക്രിസ്ത്യാനി എന്നുള്ള ലേബൽ എങ്ങനെ കിട്ടണേ എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്രിസ്ത്യാനി എന്നുള്ള ലേബൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവൻ അൾട്ടിമേറ്റായിട്ട് ക്രിസ്ത്യാനിയാണെന്നോ അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. പേരിൽ ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളത് കൊണ്ട് അവരൊന്നും ക്രിസ്ത്യാനികളാണെന്നോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യേശുവിനെ ഫോളോ ചെയ്യുന്നവരാണെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ഉള്ള ക്രിസ്ത്യാനികളും ചിലപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലും ദൈവത്തെ പരിപൂർണമായിട്ട് ബന്ധത്തിലും ആയിരിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവരുടെ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണ്, പക്ഷേ ദൈവത്തെ അവർ അറിഞ്ഞിട്ടില്ല. അവർ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും ദൈവവുമായിട്ട് അവർ സംസാരിക്കാറില്ല, ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ് ക്രിസ്ത്യാനികളെ പാരവയ്ക്കുന്നത്, അല്ലേ? നമുക്കറിയാം ഇന്ന് അത് എല്ലാ തരത്തിലും നമ്മളൊരു വിഭാഗത്തെ മാത്രം ഒഴിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ബേസിക്കലി എല്ലാവരും വരുന്ന കുടുംബത്തിൽ നിന്നാണ്. ഒരു വൈദികനോ ഒരു സന്യസ്തയോ ഏത് രീതിയിലുള്ള ആളുകളും വരുന്നത് ബേസിക് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ കുടുംബത്തിലെ എല്ലാ ജീവിതത്തിലും, ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലായാലും സാധാരണ ജനങ്ങളുടെ സ്ഥിതിയിലായാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. പേരിൽ നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ആരും വിശുദ്ധരാവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യർക്ക് എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവൻ കെട്ടപ്പെട്ടിട്ടില്ല. അവന് എന്ത് വേണമെങ്കിലും ഏത് രീതിയിലായി പോവാം. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ പിശാചിനെ മനസ്സിലാക്കിയാലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുള്ളൂ. ദൈവത്തെ മാത്രം മനസ്സിലാക്കിയാലും പോരാ, പിശാചിനെയും കൂടി മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാണ്? പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കണം. അതായത് ഈ ആത്മീയതയിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ പൈശാചിക പോരാട്ടമുള്ളത്. അവരെയാണ് ഏറ്റവും കൂടുതൽ പിശാച് പ്രലോഭിപ്പിക്കുന്നതും അവൻ എങ്ങനെയെങ്കിലും തിന്മയിൽ വീഴ്ത്തണം. അങ്ങനെ അവൻ തിന്മയിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 പേര് ഇതിൽ വിശ്വസിക്കില്ല, അല്ലേ? ഇന്ന് പലപ്പോഴും പല ന്യൂസുകൾ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി ചെയ്ത തെറ്റെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ കണ്ട പോലെ തന്നെ പറയും, ഇവനാണോ ക്രിസ്ത്യാനി? ഇവനാണല്ലോ നാഴേക്ക് 40 വട്ടം ഈ കാര്യം പറഞ്ഞവനാണ് ഇന്ന് ഇവിടെ നിന്ന് പൊക്കിയത്. അപ്പോൾ ഇവരൊക്കെ തനി കള്ളന്മാരാണ്, അല്ലെങ്കിൽ ഇവൻ ഈ ധ്യാനകേന്ദ്രം നടത്തിയവൻ്റെ തനി സ്വരൂപം എനിക്ക് പുറത്തായി. അപ്പോൾ ഇവന്മാരൊക്കെ ഈ തട്ടിപ്പുകാരാണ് എന്നുള്ളത് പറയും. ഇനിയിപ്പോൾ ഈ പറയുന്ന ഞാൻ എന്തെങ്കിലും ഒരു തെറ്റിൽ വീണ് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഇവൻ ഈ പറഞ്ഞത് മൊത്തം തെറ്റായിരുന്നു, ഇവൻ പറഞ്ഞത് ഇവൻ വലിയൊരു ഫ്രോഡായിരുന്നു എന്നൊക്കെ പറയും. എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിന്മ സംഭവിക്കാം. അത് നമ്മൾ ജാഗരൂകരല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും അതിനുള്ള സ്വാതന്ത്ര്യം. അതാണ് പറയുന്നത്, നമ്മൾക്ക് തിന്മ തിരഞ്ഞെടുക്കാനും നന്മ തിരഞ്ഞെടുക്കാനും നമ്മളെ കൈകൾ ബന്ധിച്ചിട്ടില്ല, ആരുടെയും കൈകൾ ബന്ധിച്ചിട്ടില്ല. അപ്പോൾ അവൻ യഥാർത്ഥമായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഈ പിശാചിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ പെട്ടെന്ന് പല വികാരങ്ങളുടെയും പുറത്തുകൊണ്ട് പല തെറ്റുകളിൽ ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആരും വിശുദ്ധരാകുന്നു അല്ലെങ്കിൽ ഒരു തെറ്റുകളും ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ശക്തി നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളെ കറക്റ്റ് സമയത്ത് അത് ബോധ്യപ്പെടുത്തും, ഇത് തെറ്റാണ്, ഇതിൽ നീ പോകരുത്, അല്ലെങ്കിൽ ഈ വഴി ഇനി കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ തെറ്റിൽ വീഴും, അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നമുക്ക് ഈ ബോധ്യം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി തിന്മയിൽ കൂടെ നമുക്ക് നടക്കാൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല.
നമ്മൾ തിന്മകളെ കാണുമ്പോൾ അതിൽ നിന്നും വഴിമാറി നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം, ഓരോ ക്രിസ്ത്യാനികളുടെയും വിശ്വാസികളുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ എപ്പോഴൊക്കെ തെറ്റിക്കുന്നോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിന്മയിൽ അകപ്പെട്ടു പോകും. അപ്പോൾ ഇതാണ് അതിനുള്ള ഉത്തരം. എല്ലാ മനുഷ്യരും മനുഷ്യരായതുകൊണ്ട്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യരായതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും അവന് തിന്മ ചെയ്തു പോവാം, അല്ലെങ്കിൽ തിന്മയിൽ അകപ്പെട്ടു പോവാം. അവൻ ബലഹീനനും അവൻ്റെ ശക്തി അത്രയും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ അത്രയധികം ഒരുക്കമില്ലാതെ നടക്കുകയാണെങ്കിൽ, അത്ര വലിയ വിശ്വാസിയാണ് പക്ഷേ അവൻ ദൈവവുമായിട്ട് അത്രയധികം ബന്ധത്തിലല്ല. അവൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് എപ്പോഴും ബന്ധത്തിലായിരുന്നാൽ മാത്രമാണ് ഈ ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴൊക്കെയാണ് അതിന് കോട്ടം വരുത്തുന്നത്, അതുപോലെ പല രീതിയിലും നമ്മളെ സ്വാധീനിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇതൊക്കെ. അപ്പോൾ മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ള അതിൻ്റെ അർത്ഥമില്ല. സത്യം എപ്പോഴും സത്യം തന്നെയാണ്. അതിപ്പോൾ ഞാൻ എങ്ങനെ ഏത് രീതിയിൽ ഇത് മാറിപ്പോയാലും ശരി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആകെ നോക്കേണ്ടത് ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ വേറൊരാൾ, നമ്മുടെ റോൾ മോഡൽ ആകെ ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണ് ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ആ മനുഷ്യനെ ഫോളോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്നെയും ഫോളോ ചെയ്യാനും പാടില്ല, ഏതൊരു മനുഷ്യനെയും ഫോളോ ചെയ്യാൻ പാടില്ല, ഒരു ധ്യാനഗുരുവിനെ ഫോളോ ചെയ്യാൻ പാടില്ല, ഒരു വൈദികനെ ഫോളോ ചെയ്യാൻ പാടില്ല, ഒരു ആരുടെയും ഫോളോ ചെയ്യാൻ പാടില്ല. ആകെ ഫോളോ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ്. അല്ലെങ്കിൽ സഭ കുറേ പേരെ, ഞാൻ മുമ്പ് പറഞ്ഞു, കുറേ പേരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അവരെ വിശുദ്ധരെന്നുള്ള പദവിയിലേക്ക് അവരെ ഉയർത്തി അവരെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവരെങ്ങനെയാണ് വിശുദ്ധരെന്ന് വിളിക്കുന്നത്? അവരുടെ മരണശേഷം ചിലപ്പോൾ 50-100 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം മൊത്തം പഠിച്ചതിന് ശേഷം, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ വ്യക്തി വിശുദ്ധനായിരുന്നു, ഈ വ്യക്തിക്ക് തെറ്റുകൾ മരിച്ചപ്പോൾ, ചിലപ്പോൾ അതിന് മുമ്പൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും, പക്ഷേ അതൊക്കെ പാപമോചനം നേടിക്കൊണ്ട് ഈ വ്യക്തി മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഈ വ്യക്തി സ്വർഗത്തിലാണ്, ഈ വ്യക്തി ശുദ്ധമാണ്, ഈ വ്യക്തി ശുദ്ധിയായിരുന്നു എന്നുള്ളത് സഭ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയുള്ള വിശുദ്ധന്മാരെയൊക്കെയാണ് പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സഭയിൽ. അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകരുത്. കാരണം അവൻ എപ്പോൾ വേണമെങ്കിലും തിന്മയിൽ ചാടാം. ചിലപ്പോൾ തിന്മയിൽ കൂടെയൊക്കെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് സത്യങ്ങൾ അവിടെ സത്യം തന്നെയാണ്. അതിപ്പോൾ ഏത് ആൾ തെറ്റ് ചെയ്താലും സത്യം ഒരിക്കലും സത്യം ആവാതിരിക്കില്ല. അയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞത് മൊത്തം കള്ളമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അയാൾ വീണുപോയി, എന്നപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതിൻ്റെ പരിഹാരം അയാൾ തന്നെ ചെയ്യണം. അപ്പോൾ അതാണ് ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ ഏത് വിശ്വാസം എന്ന് പറയുന്നത്. ആൾക്കാരെ നോക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവിശ്വസിക്കാനോ പോകരുത്. നിങ്ങൾ ആകെ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ് നോക്കേണ്ടത്. എല്ലാ മനുഷ്യരും അതിനു വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല നടക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. കുറേ പേര് സക്സസ്ഫുൾ ആണ്, കുറേ പേര് ഇടയ്ക്ക് വീഴുന്നവരുടെ ഉത്തരവാദിത്തമാണ് വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുക എന്നുള്ളത്. ചിലവർ ആ വീഴ്ച വീണ് അവൻ അതിൽ നിന്ന് പിന്മാറി പോകുന്നവരുണ്ട്, വേർതിരിഞ്ഞ് പോകുന്നവരുണ്ട്. ഇത്രയും വരെ വഴി നടത്തിയ ആൾക്കാരെ മൊത്തം ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഈ ലക്ഷ്യത്തിലെത്താൻ പറ്റാതെ ആവുമ്പോൾ അവൻ അങ്ങനെ പോകുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യങ്ങൾ ഒരിക്കലും അസത്യമാവുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം കൊണ്ട് അത് അസത്യമൊന്നും ആവുന്നില്ല. അപ്പോൾ ഒരാളെയും ബേസ് ചെയ്തുകൊണ്ടോ അയാൾ തെറ്റ് ചെയ്തുകൊണ്ടോ ഇയാൾ തെറ്റ് ചെയ്തുകൊണ്ടോ ഈ വിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾ ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുക, ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ അനവധി വ്യക്തികൾ മാതൃകപരമായി ജീവിച്ച് മരിച്ച അനവധി വ്യക്തികൾ. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം അവിടെയാണ് നിങ്ങൾക്ക് ഇത്രയധികം വ്യക്തികളെ കാണാനായിട്ട് സാധിക്കുള്ളൂ. കൺഫേം ചെയ്ത വ്യക്തികൾ, അവരുടെ ജീവിതം മൊത്തം, ജീവിത ചരിത്രങ്ങളടക്കം നമുക്ക് തെളിവുകളായിട്ട് നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നിരീശ്വരവാദികൾ പറയുന്ന ഒരു കാര്യമാണ്, വിദ്യാഭ്യാസമുള്ള ശാസ്ത്രമറിയാവുന്ന ആരും
ദൈവവിശ്വാസത്തിൻ്റെ പിന്നാലെ പോവുകയില്ല. ഈ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ അറിവൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ദൈവവിശ്വാസത്തിൽ നടക്കുന്നതും. ഇങ്ങനെ അവരുടെ പേടി കൊണ്ടാണ്, അവർക്ക് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളെ പറ്റിയുള്ള പേടിയുള്ളത് കൊണ്ടാണ് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അല്ലാതെ ബോധമുള്ള ഒരാളും നല്ലോണം വിദ്യാഭ്യാസമുള്ളവനും നല്ലോണം ചിന്തിക്കാൻ കഴിയുന്നതിനും ഒരിക്കലും ഒരു ദൈവങ്ങളിലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം, അവർ പറയുന്നൊരു കാര്യം. അതിനെങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം? നമുക്കറിയാം, ഇപ്പോൾ ഞാൻ മറ്റുള്ള മതങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ട് മുതലേ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ന്യൂട്ടൻ്റെ കാലം മുതലൊക്കെ തന്നെ, ഗലീലിയോയുടെ കാലം മുതലൊക്കെ തന്നെ ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി നടന്നിരുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച വ്യക്തികളിൽ ഭൂരിഭാഗവും ഈ ക്രൈസ്തവ പുരോഹിതന്മാരാണെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും പല സ്ഥലങ്ങളും ഇതിൻ്റെ പരീക്ഷണശാലകളും പല യൂണിവേഴ്സിറ്റികളും പഠനശാലകളിലൊക്കെ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. അതുപോലെ തന്നെ അപ്പോൾ ആ കേസ് അവിടെ ഉണ്ട്. അതുകൂടാതെ രണ്ടാമതൊരു കേസ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു നോക്കാം. ഇന്ന് നമ്മുടെ ലോകം മൊത്തമുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളെടുത്ത് കാറ്റഗറൈസ് ചെയ്താൽ അറിയാം അതിലൊക്കെ എത്രയധികം ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അപ്പോൾ അതിൽ ഭൂരിഭാഗവും വൈദികരായിരിക്കാം. അതിൽ പ്രൊഫസർമാരും പഠിപ്പിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്നതൊക്കെ വൈദികരായിരിക്കാം, സന്യസ്തരായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം. അവരുടെ വിദ്യാഭ്യാസം ഒന്ന് എടുത്തു നോക്കാം. ഏതൊക്കെ ഡിഗ്രികൾ അവരുടെ കയ്യിലുണ്ട്, എത്രയധികം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, എത്രയധികം PhD ഉള്ളവരാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഈ വിശ്വാസത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാർ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരാണോ എന്നുള്ളത്. ഇനി നിങ്ങളുടെ അറിവിലേക്കായിട്ട് അറിയുന്നവർക്ക് അറിയാം, ഒരു വൈദികനാവുന്നത് എത്ര വർഷം എടുത്തിട്ടാണ് നിങ്ങൾക്കറിയാം? 10-15 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഒരു വൈദികനാവുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു SSLC കഴിഞ്ഞോ അല്ലെങ്കിൽ +2 കഴിഞ്ഞുള്ള പ്രായത്തിന് ശേഷം ഇവർ വൈദികനാകാനുള്ള ആഗ്രഹം അവർക്ക് തോന്നിയാൽ, അത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം അതിനുവേണ്ടി ഇവരെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കൃപകൾ, വൈദികനാവാനുള്ള കൃപകൾ ഇവനിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ, ഈ കുട്ടികളെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഈ കുട്ടികളെ തന്നെ താല്പര്യത്തിൻ്റെ പേരിൽ ഇവരൊരു സെമിനാരിയിൽ കൊണ്ടുവരുന്നു. അവിടെ ഇവരെ ഒരു പ്രാഥമിക സ്ക്രീനിങ് നടത്തുന്നു. അവിടെ തന്നെ കുറേ പേരെ അവർ പറഞ്ഞു വിടും, ഇവർക്ക് ജെന്യുവിനായിട്ടുള്ള ആഗ്രഹമില്ലാത്ത ആൾക്കാരെന്ന് കരുതി. കാരണം ഒരിക്കലും ആഗ്രഹമില്ലാത്തവരെ കൊണ്ട് ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോയില്ല. അത് സഭയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പലരുടെയും അബദ്ധധാരണയാണ്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് പല വിഭാഗങ്ങളുണ്ടാവുമായിരിക്കാം, നമുക്ക് പറയാനായിട്ട് അതിനുള്ള അറിവില്ല. കത്തോലിക്ക വിശ്വാസത്തിൽ, കത്തോലിക്ക സ്ഥാപനങ്ങളിൽ, സന്യാസ സ്ഥാപനങ്ങളിലും കത്തോലിക്ക വിശ്വാസത്തിൽ ഒരിക്കലും താല്പര്യമില്ലാത്തവരെയും കഴിവില്ലാത്തവരെയും പ്രൊമോട്ട് ചെയ്യില്ല ഒരു സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രേഡിൽ നിന്ന് വേറെ ഗ്രേഡിലേക്ക്. അപ്പോൾ ഇത് ആദ്യത്തെ സ്ക്രീനിങ് തന്നെ കുറേ പേര് പറഞ്ഞു വിടും. പിന്നെ അതിലിപ്പോൾ ഒരു 100 പേര് ഉണ്ടെങ്കിൽ 100 പേര് ആദ്യം ഇതിൽ ചേർന്നെങ്കിൽ ചിലപ്പോൾ വൈദികരാവുന്നത് ചിലപ്പോൾ ഒരു 5, 6, 10 പേര് മാത്രമായിരിക്കും അവസാനം വരെ പിടിച്ച് നിൽക്കുന്നവർ. അതിൻ്റെ ഉള്ളിൽ തന്നെ പലരും കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് 24 മണിക്കൂറും ബൈബിളല്ല അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അത് ഏതെങ്കിലും വൈദികരോട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ ആരൊക്കെ ഏതെങ്കിലും വൈദികരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലോ ഒക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ എത്രയധികം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിയുള്ളവരാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ കേവലം മതം മാത്രം 24 മണിക്കൂർ കുത്തി നിറച്ച
തലച്ചോറുമായിട്ടല്ല വൈദികരൊക്കെ ജീവിക്കുന്നത്. 10-12 വർഷത്തെ, അതായത് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണെങ്കിൽ SSLC കഴിഞ്ഞാൽ അവനെ +2 പഠിപ്പിച്ച് അവനെ ഡിഗ്രി പഠിപ്പിച്ച്, ഡിഗ്രി എന്ന് പറയുന്നത് മതവിശ്വാസമല്ല പഠിക്കുന്നത്, സാധാരണ BScയോ BSc ഫിസിക്സോ കെമിസ്ട്രിയോ അവന് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിപ്പിച്ച് അതിനുശേഷം അതിൻ്റെ വേണമെങ്കിൽ പിന്നെ MA എടുപ്പിച്ച് അതിനുശേഷം ചിലപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന സന്യാസ വിഭാഗങ്ങളാണെങ്കിൽ ചിലപ്പോൾ അവിടെ പഠിപ്പിക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തന്നെ PhDയോ MPhil ഒക്കെ എടുപ്പിച്ച് അതിന് ശേഷമൊക്കെയാണ് വൈദിക രീതിയിലേക്ക് ഇത് മാറുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും പഠനത്തിൻ്റെ കാലഘട്ടത്തിലും ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അവർ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളെയും അവർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ശാസ്ത്രങ്ങളും അവരെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ചിന്താധാരകളെ പറ്റിയും അവരെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷം, അവർ പൂർണ്ണമായി പഠിച്ചതിന് ശേഷമാണ് അവർ ഈ വൈദിക വൃത്തി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരു വൈദികന് ലോകത്തെ ഒരു സാധാരണ ഒരു വ്യക്തികളുടെ ഒരു ഇൻ്റലക്ച്വൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 10-15 വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ 2-3 PhD ഉള്ള ഒരു പ്രൊഫസറുടെ അത്രയധികം പഠനഭാരവും ഈ വൈദികന് ഉള്ളിലുണ്ട്. അത്രയധികം അവർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സാധാരണ ഇടവ വൈദികൻ്റെ കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സന്യാസ വിഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ പഠനത്തോടൊപ്പം ഇവരെ പ്രാക്ടിക്കൽ ലൈഫിലും ഇപ്പോൾ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽപ്പെടുന്ന വൈദികനാണെങ്കിൽ അവരെ പൈസയൊന്നുമില്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കാനായിട്ട് പഠിപ്പിക്കും. അവരെ ജോലികൾക്കായിട്ട് വിടും, മരപ്പണിയോ ക്ലീനിങ്ങോ അല്ലെങ്കിൽ കൃഷിപ്പണിക്കോ, ഇതൊക്കെ ഇങ്ങനെ കുറേ വർഷങ്ങൾ വിട്ടുകൊണ്ട് അവരെ അതിൽ നിന്നും പണം സമ്പാദിക്കാനായിട്ട് അവരെ വിടും. അപ്പോൾ അങ്ങനെയൊക്കെ ഇവരെ പല രീതിയിലും ട്രെയിൻ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതൊന്നും മനസ്സിലാക്കാതെ ചില മതവിഭാഗത്തിൽ അവർക്കൊരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അവർക്ക് ആകെ അറിയാവുന്ന അവരുടെ മതത്തെ പറ്റി മാത്രം, മതഗ്രന്ഥം മാത്രമായിരിക്കും അവരുടെ തലയിൽ. പക്ഷെ ഒരിക്കലും ഒരു കത്തോലിക്ക വൈദികൻ്റെ തലയിൽ മതഗ്രന്ഥം മാത്രമല്ല, എല്ലാ അറിവുകളും അവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസവും, ഫോർമൽ വിദ്യാഭ്യാസങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ ഘട്ടത്തിലും, അതിൽ പറഞ്ഞാലും ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെ എലിമിനേറ്റ് ചെയ്യാനായിരിക്കും ഭൂരിഭാഗം നമ്മുടെ സെമിനാരികളിൽ അല്ലെങ്കിൽ നോക്കുള്ളൂ. കാരണം ഈ വ്യക്തികളെ എത്രയധികം പ്രതികൂലമായ സാഹചര്യത്തിൽ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടോ. കാരണം ഇവൻ വൈദികനായതിനു ശേഷം പിന്നെ അതിൽ നിന്ന് ഊരി പോകുന്നതിനേക്കാൾ ബെറ്റർ നേരത്തെ തന്നെ പോകുന്നതല്ലേ. അപ്പോൾ അവനെ പല രീതിയിലും പരീക്ഷിച്ചുകൊണ്ട് അവനെ ഏറ്റവും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നിലോട്ട് എത്തുന്ന വൈദികരെയാണ് ഒരു ഫോർമൽ വൈദികനായിട്ട് പുറത്തേക്ക് വിടുള്ളൂ. അപ്പോൾ അത്രയധികം ഫോർമേഷൻ ഈ വൈദികർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പല പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ വൈദികരും ഫുള്ളായിട്ടെല്ലാം ക്ലിയർ ആയിട്ട് വരുന്നു പറയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ആത്മീയതയിലുള്ളവർക്കാണ് കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാവുക. പല രീതിയിലും പിശാച് അവരെ സ്വാധീനിക്കാൻ ഇടവരും. ചിലപ്പോൾ അവരുടെ ഒരുക്കമില്ലാതെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്ന വ്യക്തികളിലേക്കും പിശാച് നോട്ടമിട്ടിരിക്കുന്നത്. അല്ലാത്ത വ്യക്തികളെ പിശാചിന് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവനെ ഉള്ളതാണ്, മറ്റുള്ളവർ അവന് തന്നെ ഉള്ളവരാണ്. പിന്നെ അവരെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. അവനില്ലാത്തവർ, അവനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പിന്നാലെ നടക്കേണ്ടതാണ് അവൻ്റെ ജോലി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പല രീതിയിൽ അവരെ പ്രലോഭിപ്പിക്കാനും പല രീതിയിൽ അവനെ തെറ്റിൽ വീഴിക്കാനൊക്കെ ഈ പിശാച് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വൈദികരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ പ്രവർത്തകരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും ഇതുപോലെ തന്നെയാണ്. അവരൊക്കെ ഇത്രയധികം പഠനങ്ങൾ ഇതേ വൈദികരെ പോലെ തന്നെ 8-10 വർഷമൊക്കെ പഠിച്ച് തിയോളജിയും പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് പരിപൂർണമായിട്ട് അവർ ഈ സന്യാസ വൃത്തിയിലേക്ക് വരുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, സ്ത്രീകളുടെ കാര്യം എടുത്താലും അറിയാം, അവർക്കൊക്കെ ഒരു സ്ത്രീയുടെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളുടെ സ്വപ്നമായിരിക്കും ഒരു കുട്ടീനെ താലോലിക്കണം, കുട്ടിയെ പ്രസവിക്കണം എന്നുള്ളതൊക്കെ തന്നെ സ്ത്രീയുടെ ബേസിക്കായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, സ്വഭാവമാണ്. പക്ഷെ അതുവരെ അവർക്ക് തരണം ചെയ്യാനായിട്ട്, അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് അവർ തീരുമാനം എടുക്കണമെങ്കിൽ അത് സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളിയും അതുപോലെ തന്നെ അവരുടെ തന്നെ അത്രയധികം വലിയൊരു ഡിസൈൻമെൻ്റാണ് അതിനൊക്കെ കാരണം.
അപ്പോൾ അതിൽ തന്നെ കുറേ, ഞാൻ പറഞ്ഞല്ലോ, ഈ വൈദികർക്ക് സംഭവിക്കുന്ന പോലെ തന്നെ ഈ സന്യസ്തർക്കും സംഭവിക്കാം. അവർക്ക് തിന്മയിലകപ്പെടാൻ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇവർ മൊത്തം മോശക്കാരാണ്, ഇവർ മൊത്തം വിദ്യാഭ്യാസമില്ലാത്തവരാണ്, മതഭ്രാന്തമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചിലപ്പോൾ 100 പേര് ചിലപ്പോൾ 5 or 6 പേരായിരിക്കും, അല്ലെങ്കിൽ അത്ര പേര് പോലും ഉണ്ടാവില്ല. പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1% താഴെയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് പറഞ്ഞല്ലോ, സംഭവിക്കുന്നത് ശരിയാണെന്ന് നമ്മൾ ആരും വാദിക്കുന്നില്ല. അതൊക്കെ തെറ്റ് തന്നെയാണ്, തെറ്റിനെ തെറ്റെന്ന് തന്നെ നമ്മൾ പറയണം. പക്ഷെ തെറ്റ് ചെയ്ത വ്യക്തിയെ തിരിച്ച് അതിൽ നിന്നും മാനസാന്തരം, അവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യതയും ക്രിസ്ത്യാനിക്കുണ്ട്. ഒരിക്കലും ഒരു തെറ്റ് എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്തവനെ എന്നേക്കുമായിട്ട് അവൻ പോട്ടെ, അവൻ നശിക്കട്ടെ എന്ന് പറയാനായിട്ട് ഒരിക്കലും ക്രിസ്ത്യാനിക്ക് സാധിക്കില്ല. അതേത് സാധാരണ വ്യക്തിയായാലും ശരി, വൈദികനായാലും ശരി, കന്യാസ്ത്രീ ആയാലും ശരി, ഏത് അവസ്ഥയിലിരിക്കുന്നവനായാലും ശരി, തെറ്റിനെ തെറ്റാണെന്ന് തന്നെ പറയുകയും ചെയ്യും, അതിനെ എതിർക്കുകയും ചെയ്യണം. പക്ഷേ തെറ്റ് ചെയ്ത വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി അത് അനുഭവിക്കുന്നു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ച് അതിന് പരിഹാരം ആ വ്യക്തി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. അപ്പോൾ അത്രയധികം വിദ്യാഭ്യാസമുള്ളവരാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആത്മീയ പ്രവർത്തകരുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. സാധാരണ മനുഷ്യർ, സാധാരണ വൈദികരും സന്യസ്തരുമല്ലാത്ത സാധാരണ വ്യക്തികളൊക്കെ വളരെ രീതിയിൽ സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ്. എല്ലാ മേഖലയിലും, ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും അതുപോലെ ലോ ആൻഡ് ഓർഡറിലൊക്കെ വളരെയധികം വലിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തികളാണ് ഈ ദൈവവിശ്വാസവുമായിട്ട് നടക്കുന്നതും അതിനായിട്ട് സംസാരിക്കുന്നതും. അപ്പം ഇത് കേവലം തലയ്ക്ക് ഓളമില്ലാത്ത ആൾക്കാരുടെ പരിപാടിയല്ല. ചിലപ്പോൾ ചില മതങ്ങൾ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. ഞാനതിനെപ്പറ്റി പറയാനായിട്ട് നമ്മൾ തുനിയുന്നില്ല. പക്ഷേ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൽ ഒരിക്കലും തലയ്ക്ക് വിവരമില്ലാത്ത ആൾക്കാരെയോ അല്ലെങ്കിൽ ബോധമില്ലാത്ത ആൾക്കാരും ഈ പരിപാടിക്ക് നടക്കില്ല. ഏറ്റവും ഇത് പരിപാടിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് അവർ പരിപൂർണമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതിനും പഠിച്ചതിന് ശേഷം മാത്രമാണ്, അങ്ങനെയുള്ളവരാണ് ഇതിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി എന്ന് കരുതുന്നു. അടുത്തതായി നിരീശ്വരവാദികളുടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആത്മീയ പ്രവർത്തകർ പൈസ ഉണ്ടാക്കാനായിട്ട് നടക്കുന്നവരാണ്. പൈസയാണ് അവരുടെ മെയിൻ അജണ്ട. പൈസയ്ക്ക് വേണ്ടിയിട്ടൊരു ആത്മീയത ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് ഇതൊരു തട്ടിപ്പ് മേഖലയാണ്, ഇതിൽ ചെന്ന് ചാടരുത്, അല്ലെങ്കിൽ ഇത് ആത്മീയത ഒരു കച്ചവടമാണ് എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ചിന്ത, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ അത് ദൈവത്തിനെ അവർ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റാണ്. ഇത് ആത്മീയത ഒരു കച്ചവടം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ഈ ചോദ്യത്തിന് ഒരു പരിധി വരെ നമുക്ക് ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ കാര്യം എടുത്ത് ലോകത്ത് എത്ര മതങ്ങളുണ്ട്, ആ മതത്തിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ സഭ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൈസ്തവ സഭയിൽ തന്നെ ആയിരക്കണക്കിന് പല വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിലൊരു ഭാഗം മാത്രമാണ് കത്തോലിക്ക സഭ. ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള സഭയാണ് കത്തോലിക്ക സഭ. അതല്ലാതെ നിരവധി മറ്റു വിഭാഗങ്ങളുണ്ട്. പെന്തക്കോസ്ത്, ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് പല വിഭാഗങ്ങളുണ്ട്. പലരും പല രീതിയിലാണിത്. അതാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഓതൻറ്റിക് ആയിരിക്കുന്നതും അതിന് വിശ്വാസ്യത ഉള്ളതെന്ന് പറയുന്നത്. കത്തോലിക്ക സഭ ഇത്രയും 3000 വർഷമായിട്ട് ഉള്ള ഒരു സഭയാണ്, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം എന്ന് തന്നെ പറയാം. അവിടെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളും വ്യക്തമായിട്ടുള്ള പോളിസികളും വ്യക്തമായിട്ടുള്ള പഠനങ്ങളുടെ ബേസിലും തെളിവുകളുടെ ബേസിലാണ് ക്രൈസ്തവ സഭ വിശ്വാസം പറയുന്നതും. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പാരമ്പര്യം യഥാർത്ഥത്തിൽ വഹിക്കുന്നതും കത്തോലിക്ക സഭ മാത്രമാണ്. കാരണം ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയും. ഒരു യേശു പത്രോസിന് കൊടുത്ത അധികാരം, തൻ്റെ സഭയെ നയിക്കാൻ പറഞ്ഞുകൊണ്ട്, തൻ്റെ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞുകൊണ്ട് പത്രോസിന് കൊടുത്ത അധികാരം
പത്രോസ് അടുത്ത ആൾക്ക് കൈമാറുന്നു. അങ്ങനെ അടുത്ത ആൾക്ക് കൈമാറി അങ്ങനെ ആ കൈമാറ്റം മുറിഞ്ഞു പോവാതെ ഇപ്പോഴും തുടരുന്നു. അവസാനത്തെ മാർപ്പാപ്പ വരെ ആ അധികാരം കൈമാറ്റപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഒരു സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭ മാത്രമാണ്. മറ്റു പലരും ഇടയിൽ വെച്ചുകൊണ്ട് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് മാറിപ്പോയവരാണ്. പല അഭിപ്രായങ്ങളുടെ പേരിലും പല ചിന്താധാരകളുടെ പേരിലും മാറിപ്പോയവരാണ്. അപ്പോൾ അവരൊക്കെ ഇടയിലൊക്കെ വെച്ചുകൊണ്ട് ഇത് മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഈ ശ്ലൈഹിക പാരമ്പര്യം വഹിക്കുന്ന സഭയാണ് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ കത്തോലിക്ക സഭ പറയുന്ന കാര്യങ്ങളിലാണ് നമുക്ക് വ്യക്തതയുള്ളതും അതിന് ശരിയായൊരു പഠനമുള്ളതും എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചതും സിസ്റ്റമാറ്റിക്കായിട്ടും ഡിസിപ്ലിനായിട്ട് നടക്കുന്നത് ഈ സഭയിലാണ് ഏറ്റവും കൃത്യമായിട്ട് നടക്കുന്നത്. മറ്റു പല കാര്യങ്ങൾ എന്താണ്, അവർ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്നു, ഉടൻ തന്നെ സ്വയം ഒരു സഭയായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ അയാളുടെ കീഴിലായിരിക്കും, ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കും ചിലപ്പോൾ അവിശ്വാസം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ പേരിലായിരിക്കും. അങ്ങനെ പലരും പല രീതിയിൽ വാളെടുത്തൊരു വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ ആ രീതിയിലാണ് മറ്റു പലരുടെ കേസുകൾ. അപ്പോൾ അവർക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. ഒരു കാര്യത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ 1000 രീതിയിൽ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ അവരുടെ വ്യാഖ്യാനത്തിലും പല തെറ്റുകളുണ്ട്. അവർ ചിലപ്പോൾ ബേസിക്കായിട്ട് ക്രിസ്തുവിനെ പറ്റി തന്നെയായിരിക്കും പറയുന്നത്, പക്ഷേ പറയുന്ന വ്യാഖ്യാനങ്ങളിലോ പല കാര്യങ്ങളിലൊക്കെ തെറ്റുകൾ കടന്നു വരാനും മറ്റുള്ളവർക്കത് വഴിതെറ്റിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പല ആളുകളും ഇതൊക്കെ കണ്ടുകൊണ്ട് അതിൽ പറയുന്നത് പലരും വിശ്വാസമില്ലാതെ കടന്നു വരും. ചിലർ ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇത് ബിസിനസ്സാക്കാമെന്ന് കരുതിക്കൊണ്ട് കടന്നു വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഈ ദൈവത്തിൽ വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഇതൊരു തട്ടിപ്പാണെന്ന് കരുതിക്കൊണ്ട് അങ്ങനെ പേരും പറഞ്ഞുകൊണ്ട് കുറേ ഗിമിക്കുകളൊക്കെ കാണിച്ചുകൊണ്ട്, നമ്മുടെ മെൻ്റലിസത്തിൻ്റെ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞു, പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു തങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പക്ക ബിസിനസ് തന്നെയാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് ഏതാണ് ജെന്യുവിൻ എന്ന് കണ്ടെത്താനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ള കാര്യം നടക്കുകയാണെങ്കിൽ എപ്പോഴും എന്താ സംഭവിക്കുന്നത്, നടക്കില്ല എന്ന് നമ്മൾ പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ചിലവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിർത്തലാക്കാനും അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനും സഭ ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ സഭ അറിഞ്ഞു വരുമ്പോഴേക്കും സമയമെടുക്കുകയായിരിക്കും. പക്ഷേ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭൂരിഭാഗവും അവർ പ്രോത്സാഹിപ്പിക്കാറില്ല. ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ കച്ചവടമാക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു സത്യം. അപ്പോൾ അങ്ങനെ നടക്കുന്ന ബിസിനസ്സായിട്ട് നടക്കുന്ന വിഭാഗക്കാരുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ കാരണം കൊണ്ട് ഒറിജിനൽ സംഭവത്തിന് എപ്പോഴും ആൾക്കാർ അതും ഫേക്കാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി വേറൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ പൈസ സമ്പാദിക്കുന്ന ആൾക്കാരുടെ ഹിസ്റ്ററിയും കൂടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ ഈ പൈസ സമ്പാദിച്ചിട്ട് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ജെന്യുവിനിറ്റി. അവർ വലിയ മാളികൾ പണിയാനാണോ, കാറുകൾ മേടിക്കാനാണോ, അവർക്ക് പേഴ്സണലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനാണോ ഈ പൈസ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ശരിക്കും നമ്മുടെ കത്തോലിക്ക വൈദികരുടെ കാര്യം എടുത്തലേക്ക് ഇപ്പം നമ്മൾ പറയും, സഭ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ധ്യാന കേന്ദ്രങ്ങൾ എന്നുള്ളതൊക്കെ. ഇവിടെയൊക്കെ വളരെയധികം ഡൊണേഷൻസും പല രീതിയിലും പൈസ നമ്മൾ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ പൈസയൊക്കെ ഇവരെടുത്തുകൊണ്ട് ഇവർ ആഡംബരത്തിൽ ജീവിക്കുകയാണെന്നൊക്കെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അറിയാം, ഒരു വൈദികൻ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കി, ഒരു വൈദികൻ തൻ്റെ ജീവിതം ഒരു 25-ാം വയസ്സിൽ വൈദികൻ അല്ലെങ്കിൽ 30-ാം വയസ്സിൽ വൈദികനാകുന്നൊരു വ്യക്തി തൻ്റെ മരണം വരെ ഒരു 60, 70, 80 വയസ്സ് വരെ ഒരു 60 വർഷക്കാലം ജീവിക്കുന്ന അയാൾ ചെയ്യുന്ന സർവീസിനുള്ള കൂലി പോലും ആ വൈദികന് ലഭിക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ഒരു ദിവസം ഒരാൾ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം കൂലി കൊടുക്കണ്ടേ ഒരാൾക്ക്? ഒരു 500 രൂപയെങ്കിലും നമ്മുടെ നാട്ടിലിപ്പോൾ മിനിമം കൂലിയെങ്കിലും കൊടുക്കാതെ ഒരാളെ നമുക്ക് നിർത്താൻ പറ്റുമോ വെറുതെ? നല്ല സ്കിൽഡ് ലേബേഴ്സിന് എന്തായാലും 1000 രൂപയിൽ മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു ആളെന്നുള്ള രീതിയിൽ ഒരാൾ വരെ നിർത്തണമെങ്കിൽ 500 രൂപയെങ്കിലും ദിവസം കൊടുക്കണ്ടേ?
ഈ വൈദികർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഒരിക്കലും വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസയാണ് ഈ വൈദികരുടെ കയ്യിലേക്ക് എത്തുന്നത്, അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. അതായത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അവർക്ക് വസ്ത്രം മേടിക്കാനോ, അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ പെട്രോൾ അടിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ മേടിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ മേടിക്കാനോ, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് കയ്യിലേക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ട്, ചിലപ്പോൾ ഒരു ഇന്നത്തെ ഒരു സാധാരണ വ്യക്തിയുടെ 2-3 ദിവസത്തെ പൈസയായിരിക്കും അവർക്കൊരു മാസം ലഭിക്കുന്നത്. ആ കേസ് ആ വൈദികർ എന്ന് പറയുന്നത് എല്ലാ വൈദികർക്കും ഒരുപോലെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള വൈദികരും PhD ഉള്ള വൈദികർക്കും കിട്ടുന്നതൊക്കെ ഇതേ റേഞ്ചിൽ തന്നെയായിരിക്കും. അപ്പോൾ ഒരിക്കലും ഇവർ ചെയ്യുന്ന സേവനത്തിൻ്റെ പൈസ, അതായത് ഇവരുടെ സ്ഥാപനമാണല്ലോ ഇത്. ഇപ്പോൾ ഒരു പ്രൊഫസർക്ക് ഇപ്പോൾ നാട്ടിൽ 1,00,000 രൂപ ഒരു മാസം സാലറി ഉണ്ടെങ്കിൽ ഈ വൈദികർക്ക് ചിലപ്പോൾ കിട്ടുന്നത് 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപയായിരിക്കും ഈ വൈദികരുടെ കയ്യിലേക്ക് കിട്ടുന്നത്, ഈ വൈദികർക്ക് കൊടുക്കുന്നത് ഈ സന്യാസ സ്ഥാപനം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അറിയാം ഈ വൈദികരുടെ തന്നെ ഇത്രയും വർഷത്തെ പൈസ എവിടേക്ക് പോകുന്നു? ആരും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം ഇവർ ഉണ്ടാക്കുന്ന പൈസ ഇവിടെ ഇവർ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും വൈദികരെടുത്തുകൊണ്ട് ചിലപ്പോൾ 1-2 വൈദികർ ചിലപ്പോൾ പല ആഡംബരങ്ങൾ ചെയ്തതായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഭൂരിഭാഗം ഒരു വൈദികരും ആ ഒരു ആഡംബരത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. അവർ സാധാരണ ഒരു കാർ അല്ലെങ്കിൽ വണ്ടിയോ വാഹനം ഉണ്ടാവും. അവർ ചെയ്യുന്ന ഡ്യൂട്ടി അവിടെ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു കാര്യം അവർക്ക് ലഭിക്കുന്നില്ല. കാരണം അവർക്കത് സമ്പാദിക്കാനായിട്ടുള്ള വകുപ്പില്ല. അവർക്ക് ഉണ്ടാക്കുന്ന പൈസ ഒരിക്കലും അവർക്ക് കയ്യിൽ വയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പൈസ മൊത്തം പോകുന്നത് ഇപ്പോൾ ഇന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നതിന് കാരണം ഈ വൈദികരുടെ കോൺട്രിബ്യൂഷനാണ്. ഇവരുടെ കൂലി തന്നെയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയും. ഇന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനം ഓരോ നിലകൾ പണിയുമ്പോഴും ഓരോ ഡെവലപ്പ് ചെയ്ത് വലുതായി കൊണ്ടിരിക്കുമ്പോഴും അതിലൊക്കെ ഈ വൈദികരുടെ വിയർപ്പുണ്ട്. അല്ലാതെ സഭ എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടിയിട്ട് അവിടെ എന്തെങ്കിലും പൈസ അടിച്ചു പൊളിച്ച് ജീവിക്കല്ല ചെയ്യണേ. അതിൽ കുറേ അവർ ഈ ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. പലർക്കും പല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാരിറ്റി, അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങളാണെങ്കിൽ സാമ്പത്തികമില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് പല രോഗ ചികിത്സകളൊക്കെ ചെയ്തു. ഇതൊക്കെ ഈ വൈദികരുടെ കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ നമുക്കറിയാം മറ്റു പല സ്ഥാപനങ്ങളെയും, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും പൈസ മേടിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നില്ല ആരും ഫ്രീ ആയിട്ട് ഹെൽത്ത് സർവീസോ എഡ്യൂക്കേഷനോ കൊടുക്കുന്ന സ്ഥാപനങ്ങളില്ല. പക്ഷേ മറ്റുള്ള പല സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം കിട്ടുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലായിരിക്കും. നല്ല രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ അവർ കൊടുക്കും. ആ പൈസ എന്തെങ്കിലും ഫീസുകൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. മറ്റുള്ളവരെ പോലെ ഇതൊരു ബിസിനസ് മാത്രമായിട്ട് കണ്ട് നടക്കുന്നവരാരും ഇല്ല. മറ്റു പല സ്ഥാപനങ്ങളിൽ ഇതൊരു ബിസിനസ്സാണ്. ഡൊണേഷൻ പൈസ കിട്ടുന്നത് അവരുടെ കീശ വീർപ്പിക്കണം, അവർക്ക് ആഡംബരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഇപ്പം അത് നടത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ ഹെഡിന് പോലും ഈ പൈസ ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അവർക്കും ഈ നിത്യജീവിതത്തിന് വേണ്ടി വളരെ തുച്ഛമായ പൈസയാണ് അവരുടെ കയ്യിലും കിട്ടുന്നത്. ബാക്കിയുള്ള പൈസ മൊത്തം പോകുന്നത് ഈ സന്യാസ സ്ഥാപനങ്ങളിലേക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്കും ഈ സുവിശേഷവൽക്കരണത്തിലേക്കും ഇവാഞ്ചലൈസേഷനിലേക്കും ചാരിറ്റികളിലേക്കും ഒക്കെ തന്നെയാണ് ഇത് പോകുന്നത്. അല്ലാതെ ആരും അതെടുത്ത് കൈശ വീർപ്പിക്കുന്നില്ല. മറ്റു പലരും കാണുമ്പോൾ അതായിരിക്കും ഈ അച്ഛന്മാർ പൈസ മേടിച്ചിട്ട് വൈകുന്നേരം പോയി അടിച്ചു പൊളിക്കാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ മറ്റുള്ള സാധാരണ വ്യക്തികളേക്കാൾ വളരെ ദയനീയമായിട്ടുള്ള ജീവിതമാണ് ഈ വൈദികരും സന്യസ്തരും കാണിക്കുന്നത്. അതിപ്പോൾ പിന്നെ സന്യസ്തരുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വൈദികർക്ക് പിന്നെയെങ്കിലും പുറത്തെങ്കിലും നടന്ന് ചെയ്യാനുള്ള കുറച്ചെങ്കിലും ഓപ്ഷൻസ്. പക്ഷേ സന്യസ്തരുടെ ജീവിതം പോലും അതിനേക്കാളും വളരെയധികം പരിതാപകരം എന്ന് മറ്റുള്ളവർ കാണും. പക്ഷെ അവരതിൽ സന്തോഷിച്ചാണ് ജീവിക്കുന്നത്. കാരണം അവരുടെ വിളി അതാണ്, ആ ജീവിതമാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരാ രീതിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൈസ ഒരിക്കലും അവരുടെ കീശ വരിപ്പിക്കാനുള്ള കാര്യങ്ങളല്ല. അപ്പോൾ കത്തോലിക്ക സഭയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ആരും പൈസ പിടിച്ച് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ
ആരെക്കൊണ്ട് ബലപ്രയോഗത്തിൽ കൂടെ പൈസയൊന്നും മേടിപ്പിക്കുന്നില്ല. പൈസ തന്നാലേ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുർബാന കൂടാൻ അനുവദിക്കുന്നു എന്ന് ഒരു സ്ഥലത്തും പറയില്ല. ആരും നിങ്ങൾ പൈസ ഇട്ടില്ല ആരും പറയാനും പോവില്ല. പക്ഷെ പലരും തൻ്റെ ഇത് കർത്തവ്യമാണ്, ദൈവത്തിന് ഒരു അംശം കൊടുക്കണം, ദശാംശം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പൈസ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുക്കുന്നെങ്കിൽ ആ പൈസ എടുക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവിടെ ഇരിക്കുന്ന വൈദികർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആ സ്ഥാപനങ്ങളിൽ നിരവധി എത്രയധികം കത്തോലിക്ക സ്ഥാപനങ്ങളാണ് ഈ നിരാലംബരായിട്ടുള്ള ആൾക്കാരെ നോക്കുന്നത്. നമ്മളുടെ ചാരിറ്റി എടുത്തു നോക്കിയാൽ അറിയാം എത്രയധികം സ്ഥാപനങ്ങളാണ് ബുദ്ധിക്ക് മാന്ദ്യമുള്ള കുട്ടികളെ നോക്കുന്നത്, പൈസ മേടിക്കാതെ, അല്ലെങ്കിൽ ചാരിറ്റി വയസ്സായവരെ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുന്നത്? ഇതൊക്കെ ഈ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ജോലിയുടെ കൂലി പോലും കിട്ടുന്നില്ല. ആ കൂലി തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് തിരിച്ച്. അപ്പോൾ അങ്ങനെ കണ്ടു നോക്കി, ഓരോ വൈദികരുടെയും അവർ വേർക്കുന്ന അല്ലെങ്കിൽ സന്യസ്തരുടെയും വേർപ്പിൻ്റെ അംശമാണ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അത് പ്രൊമോട്ട് നമ്മുടെ ഇങ്ങനെ ആരെങ്കിലും തന്നെ തുടങ്ങിയാൽ തന്നെ അത് എതിർക്കേണ്ടതാണ്. അത് നമ്മുടെ ഇതിൽ പെടുന്നതല്ല. ബിസിനസ്സായിട്ട് കാണുന്നതും എന്ത് കാര്യം തന്നെയായാലും അത് നമ്മുടെ കത്തോലിക്ക സഭ പ്രൊമോട്ട് ചെയ്യില്ല. അതിനെതിരെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പാക്കിയിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇല്ല എന്നുള്ളതാണ് സത്യം.